ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം പറ്റുമെങ്കിൽ ഒരു 5 വർഷം കൂടെ വെയിറ്റ് ചെയ്യും. കാരണം നല്ല കുരുത്തുള്ളൊരു വണ്ടിയാണ്. 2005 ഞാൻ അതിൽ കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ RCMന്റെ കോർ ലീഡറായി. 4 കോടി RCM മെമ്പർമാർ ഇന്ത്യയിലുണ്ട്. 44 പേരെ കോർ ലീഡർ ആയിട്ടുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒമിനി വേൻ തന്നെ ആയിരിക്കും അതിന് കാരണം. അപ്പോൾ അങ്ങനെ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പുരാവസ്ഥ എന്നെ കളയരുത്. എന്നോട് ഹേമന്ത് സാർ ആ വണ്ടിയിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ രാജകീയമായിട്ട് പോകുമ്പോൾ പറയും ഞാനൊരു കുപ്പി പെട്രോളുമായിട്ട് വന്നിട്ട് ഒരു തീപ്പെട്ടി കൊണ്ട് ചിലവാക്കി ഞാനിത് കത്തിക്കും. അദ്ദേഹത്തിന് അറിയില്ലല്ലോ അതുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറയും ഇത് എത്ര കാലം കഴിഞ്ഞ് ഇനി മുമ്പ് ഓടുന്നില്ലെങ്കിൽ ഞാനത് സ്റ്റെപ്പ് ചെയ്ത് എന്റെ വീട്ടിൽ വെക്കും. ടൈം ബെൽറ്റ് പൊട്ടിയാൽ വണ്ടി മൂവ് ഇല്ല എന്ന് പറയും. പക്ഷെ എന്റെ വണ്ടി ഏത് സ്ഥലത്ത് ഞങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ ടൈം ബെൽറ്റ് പൊട്ടിയാൽ എന്റെ ഗേറ്റ് കൊണ്ടുപോയിട്ട് മുമ്പിൽ വർക്ക് നിർത്തും. അവിടെ കൊണ്ടുപോയി ആക്കി തരും. അത്ര സേഫ് ആയിട്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പൊ എന്റെ കോളിടത്തേക്ക് പ്രയാണത്തിൽ ഒരു മുഖ്യ പങ്കാളിയാണ് ആ വണ്ടി. ഓക്കെ, GRC പരിപാടി. എന്റെ പേര് സുജിത്താണ്. കോഴിക്കോടാണ് സ്വദേശം. ആക്ച്വലി ഞാൻ കോഴിക്കോടുകാരനല്ല, ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. RCM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്ത ആ സമയത്താണ് ഞാൻ കോഴിക്കോട് എന്ന് പറയുന്ന ജില്ലക്കാരനാവുന്നതും കോഴിക്കോട് താമസമാക്കി മാറുന്നത്. അതുവരെ ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലെ ചെമ്പ്രക്കാട്ടൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു അച്ഛനും അമ്മയ്ക്കും 3 കുട്ടികളിൽ നടുവിലെ പുത്രനായിട്ട് ജനിച്ച് വളർന്നു വന്ന ഒരാളാണ്. വീട്ടില് 2 സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, 2 പേര് ഇപ്പോ ഗസറ്റ് ഓഫീസർമാരാണ്. 2 പേരുടെ ഭാര്യമാരും സ്കൂൾ ടീച്ചേഴ്സാണ്. എന്റെ വീട്ടിൽ ജോലിയില്ലാത്ത ആൾ ഞാനായതുകൊണ്ട് എനിക്ക് ആരും ജോലിയുള്ള ഒരു പെണ്ണിനെ തന്നില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു കുഴപ്പമാണ് അല്ലേ? ജോലിയുള്ള ആണുങ്ങൾക്ക് ജോലിയില്ലാത്ത പെണ്ണിനെ കല്യാണം കഴിക്കാം. ഇഷ്ടംമാതിരി പെണ്ണുങ്ങൾ റെഡിയാണ്. ജോലിയില്ലാത്ത ആണിന്റെ കൂടെ ഒരു സർക്കാർ ജോലിയിൽ ഒരാൾ പോകില്ല. അതൊരു ശരിയായ നടപടിയല്ല എന്നുള്ളത് ഈ ഭാഗത്തുള്ള ആളുകളോട് എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. മലപ്പുറം ജില്ലയില് ഞാൻ പെണ്ണന്വേഷണത്തിൽ പോയ സമയത്ത് ഞാൻ എല്ലാ വീട്ടിലും കയറി പറയാറുണ്ട് ഞങ്ങളുടെ വീട് പരിപൂർണമായിട്ട് ഒരു സർക്കാർ ഫാമിലിയാണ്. ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദൂഷ്യ സ്വഭാവമുള്ള ആളൊന്നുമല്ല, ചെലവൊന്നും കൂടുതലില്ല. അതുകൊണ്ട് വീട്ടിലേക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയെ കിട്ടിയാൽ ഞാനങ്ങനെ വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഭംഗിയായിട്ട് വീട് വരെ നടത്തിയാൽ ജീവിച്ചോളാം. പക്ഷെ ആരും എനിക്ക് മലപ്പുറം ജില്ലയിൽ പെണ്ണുകളില്ല. അങ്ങനെയാണ് മലപ്പുറം ജില്ലക്കാരോട് എനിക്ക് ചെറിയൊരു അസ്വാരസ്യം തോന്നിയത്. പക്ഷേ കേരളത്തിലെ 14 ജില്ലയുണ്ട്. ഒരു ജില്ല പോയാലും മറ്റു ജില്ലയിൽ കിട്ടുന്നൊരു വിശ്വാസം കോഴിക്കോട് ചെന്ന അന്വേഷിച്ചെങ്കിൽ മനസ്സിലായത് കേരളത്തിൽ എവിടെയൊന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു കല്യാണം കഴിച്ചു. വീട്ടിലേക്ക് പറ്റിയ ഒരു വീട്ടമ്മ. ആ കാലത്ത് എനിക്ക് വലിയ വിഷമായിരുന്നു. കാരണം അവർക്ക് ജോലിയില്ല, എനിക്ക് ജോലിയില്ല, കാര്യമായിട്ട് വരുമാന മാർഗമൊന്നുമില്ല. ഓരോ മാസവും ശമ്പളം കിട്ടുമ്പോൾ ഏട്ടനും അനിയനും ഒക്കെ വീട്ടിലേക്ക് അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇഷ്ടം പോലെ കൊണ്ടുവരും. അവരിഷ്ടം പോലെ ഉപയോഗിക്കും, ഇഷ്ടം പോലെ പുതുവസ്ത്രങ്ങൾ വാങ്ങിക്കും. അവരുടെ കുട്ടികൾ ഇഷ്ടംമാതിരി കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങി കൊടുക്കാൻ പ്രതിമാസം ശമ്പളം കിട്ടാറൊന്നുമില്ല. അതുകൊണ്ട് അതൊന്നും ഉണ്ടാവാറില്ല. അതൊക്കെ വലിയ സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഇന്ന് ഞാൻ യാത്ര തിരിക്കുന്നത് രാവിലെ 4:30 മണിക്ക് എഴുന്നേറ്റില്ല. ഞാൻ 4:30 മണിക്ക് എഴുന്നേറ്റ് യാത്രയ്ക്ക് തയ്യാറാവുമ്പോൾ ചൂടോടുകൂടി എനിക്ക് എന്റെ ഡ്രസ്സ് ഇസ്തിരിയിട്ട് എന്റെ പേക്കാക്കി വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാൻ, എനിക്ക് ചൂടോടുകൂടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാൻ, എനിക്ക് പോകുമ്പോൾ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എന്നെ യാത്രയാക്കാൻ ഒരു വീട്ടമ്മ വീട്ടിലുണ്ട്. ഞാൻ രാത്രി വീട്ടിൽ രാത്രി 12 മണിക്ക് എത്തുമ്പോൾ പോകുകയാണെങ്കിൽ എന്നെ കാത്തിരിക്കാൻ ഒരു വീട്ടമ്മ വീട്ടിലുണ്ട്. ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഏട്ടനിപ്പോ പോകുമ്പോൾ ആരും ഉണ്ടാവില്ല. കാരണം അവര് ജോലി കഴിഞ്ഞ് വരുന്ന ആളാണ്. അവർ നേരത്തെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. രാവിലെ എഴുന്നേറ്റ് ഏട്ടത്തിന് ഒരു വഴിക്ക് ജോലിക്ക് പോകും, ഏട്ടൻ വേറെ വഴിക്ക് ജോലിക്ക് പോകും. കുട്ടികൾക്ക് ഭക്ഷണം കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ കിട്ടില്ല. ഏട്ടന് ആധികാരികമായിട്ട് പറയാൻ പറ്റും, നീ എന്താ ഉണ്ടാക്കിക്കൊണ്ടേ വെക്കാതെ, നീ എന്താ അവർക്ക് ഭക്ഷണം കൊടുക്കാതെ, നിങ്ങൾക്ക് എന്താ കൊടുത്താല് നിങ്ങളുടെ മാതിരി ഞാൻ പണിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കും. പക്ഷെ എന്റെ വീട്ടിൽ അങ്ങനെ പ്രശ്നമില്ല. എന്റെ കുട്ടികളെ കൃത്യമായിട്ട് യാത്രയാക്കാനും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ വീട്ടിലൊരു നല്ല വീട്ടമ്മ എന്റെ ദൈവം അന്ന് തീരുമാനിച്ചത് സുജിത്തിന് വേണ്ടത് ഇതാണ്. അന്ന് വരുമാനമില്ലെങ്കിലും ഇന്ന് എന്റെ വീട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. എന്റെ വീട്ടിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വാങ്ങിക്കുന്ന ശമ്പളം ഞാൻ പ്രതിമാസം ഇന്ന് കേരള സർക്കാരിന്റെ ടാക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും അനിയനോ അനിയത്തിയമ്മയോ ഒരാൾക്കും ജോലി കൊടുത്ത് ഞാൻ കേട്ടിട്ടില്ല. 1000 ഗസറ്റ് ഓഫീസർമാർ ഇന്ന് എന്റെ ടീമിൽ RCM എന്ന് പറഞ്ഞാൽ ഏട്ടനും ഏട്ടത്തിയമ്മയും വാങ്ങിക്കുന്ന ശമ്പളം വാങ്ങിക്കുന്ന ആ അത്രയും വരുമാനം വാങ്ങിക്കുന്ന 1000 പേര്. എന്തിനാ ഒരുപാട് ഉയർത്തിക്ക് പോണ്? ഇതാ ഗസറ്റ് ഓഫീസർമാരുടെ നിര. രമേഷ് സാർ ഗസറ്റ് ഓഫീസർ, വിനോദ് സാർ ഗസറ്റ് ഓഫീസർ, രാജേന്ദ്ര സാർ ഗസറ്റ് ഓഫീസർ, ഷൈമ മേഡം ഗസറ്റ് ഓഫീസർ, JP സാർ ഗസറ്റ് ഓഫീസർ. ഇവരൊക്കെ
സർക്കാർ സർവീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. എനിക്ക് ഉറപ്പാണ് ആ സർക്കാർ സർവീസിൽ കിട്ടുന്നതിനേക്കാൾ വരുമാനം ഈ ആശയമാണ്. അതുകൊണ്ട് 1000 പേർക്ക് തൊഴിൽ കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റി. 10,000-കണക്കിന് ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴി കാണിച്ചു കൊടുക്കാൻ പറ്റി. ലക്ഷക്കണക്കിന് ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഈ പ്രസ്ഥാനത്തിലൂടെ എനിക്ക് പറ്റിയത്. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അന്ന് എനിക്ക് തൊഴിൽ കിട്ടി. ഞാൻ ഇന്ന് വരുന്ന സമയത്ത് മലപ്പുറത്ത് മുണ്ടുപറമ്പ് ഇപ്പൊ ക്ഷേമകേട്ടം ഇവിടെ എൻ്റെ ഒരു ചെറിയ താമസിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് ഒരു കഥ പറഞ്ഞത് 2005 എനിക്ക് ആശയം എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് കിട്ടുന്നതിന് മുമ്പ് ജീവിക്കാൻ ഒരു വഴിയില്ലാതെ ഞാൻ ഒരു ബിസിനസ് തുടങ്ങി. ബിസിനസ് പൊട്ടിയപ്പോൾ ഇനി എന്ത് ചെയ്യണം? അപ്പോൾ എനിക്ക് ഭാര്യയായി, ചെറിയൊരു കുഞ്ഞായി. ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ അവസാനം ഞാൻ തീരുമാനിച്ചു നാട്ടിൽ മിൽമാബൂത്ത് തുടങ്ങി. മിൽമാബൂത്ത് തുടങ്ങണമെങ്കിൽ അന്ന് റൂമും സൗകര്യങ്ങളും ഒക്കെ വേണം. ഒരു 10,000 രൂപയെങ്കിലും മിനിമം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് നടന്നു പോകും. അങ്ങനെ 5,000 രൂപ കോപ്പറേറ്റീവ് ബാങ്കിന് ലോൺ തരാമെന്ന് പറഞ്ഞു. കോപ്പറേറ്റീവ് ബാങ്കിൽ ജാമ്യമായിട്ട് ഒരു സർക്കാർ പേ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളുടെ എന്ത് വേണം? പേ സർട്ടിഫിക്കറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ എന്റെ ചെറിയമ്മ MSBയിലെ സൂപ്രണ്ടാണ്. ചെറിയ സർക്കാർ സ്കൂൾ അധ്യാപകനാണ്. 2 പേരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. ഞാൻ അവർക്ക് ചെയ്യുന്നു. ഞാനിങ്ങനെ ഒരു ബിസിനസ്, ഒരു മിൽമാബൂത്ത് തുടങ്ങാൻ പോവാണ്. വലിയ ലക്ഷ്യങ്ങളൊക്കെ വെച്ച് തുടങ്ങുകയാണ്. 5,000 രൂപ കോപ്പറേറ്റീവ് ബാങ്ക് എനിക്ക് ലോൺ വേണം. അപ്പൊ ചെറിയ നിങ്ങള് ഒരു പേ സർട്ടിഫിക്കറ്റ് തന്നാൽ അത് നാളെ എനിക്ക് റിലീസാവും. അടുത്ത ആഴ്ച ഞാൻ ഓപ്പൺ ചെയ്യാം. അപ്പൊ ചെറിയ നല്ല മനുഷ്യനാണ്. ചെറിയ എന്നോട് പറഞ്ഞു ഒരു കാര്യം, ഇനി നാളെ സ്കൂളിലേക്ക് പോകാം. ആ പേപ്പർ വാങ്ങിച്ചിട്ടായിരുന്നു ഞാൻ ഒപ്പിട്ട് സീൽ ചെയ്ത് വാങ്ങിച്ചു തരാം. പിറ്റേ ദിവസം ഞാൻ ഈ പേപ്പർ വാങ്ങിച്ചിട്ട് നേരെ സ്കൂളിൽ ചെന്നപ്പോ ചെറിയ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി ചെറിയമ്മയായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അപ്പൊ ചെറിയമ്മ പറഞ്ഞു, നിങ്ങൾക്ക് സർവീസിൽ നിന്ന് റിട്ടയർ ആവാൻ 2 വർഷം അവൻ ആ ലോൺ അടച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പെൻഷനെ ബാധിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പഠിക്കൊന്നും ആരാ പറഞ്ഞേ? ചെറിയമ്മയുടെ ഭർത്താവാ ചെറിയ നല്ല മനുഷ്യൻ. അദ്ദേഹം തരാന്ന് പറഞ്ഞെങ്കിൽ എന്റെ ചെറിയ മതം മുടക്കി. എനിക്കന്ന് വലിയ വിഷമമായിരുന്നു. ഞാൻ ക്ഷേമേട്ടൻ പറയും, ക്ഷേമേടം നമുക്ക് പോണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറിയ കാലത്തൊന്ന് വഹിച്ചു പോവാം. കാരണം എന്താ, അങ്ങോട്ട് ഒരു പേ സർട്ടിഫിക്കറ്റ് വന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എവിടെയോ നാട്ടിൽ പിൻഭാഗത്തുമായിട്ട് എന്റെ ജീവിതകാലം ലാഭമില്ലാതെ നരകിച്ച് ചെയ്യുമായിരുന്നു. മൂപ്പർക്കത് തരാമെന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് ഞാൻ കോഴിക്കോട് ഒരു വലിയ ബിൽഡിങ്ങിന്റെ വർക്ക് വരുന്നുണ്ട്. 10,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു ബിൽഡിങ്ങിന്റെ വർക്ക് ഏകദേശം അതിന്റെ പകുതി ഭാഗം കഴിയും. 3ാമത്തെ ഫ്ലോർ വർക്ക് നടന്നിരിക്കുകയാണ്. 3,000 സ്ക്വയർ ഫീറ്റിലാണ് 3 ഫ്ലോർ വരുന്നത്. അതിന് HDFC ബാങ്കുകാരെ ഓടിച്ചിട്ട് തിരിച്ചിട്ട് 1,10,00,000 രൂപ കൊടുത്തു. ഞാൻ എനിക്ക് വേണ്ട, അത് സാറ് നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. 1,10,00,000 രൂപ. എന്നിട്ട് 5,000 രൂപയ്ക്ക് കോപ്പറേറ്റീവ് ബാങ്കുകാർക്ക് പേ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവർക്ക് ലോൺ തന്നില്ല. പേ സർട്ടിഫിക്കറ്റ് തരാൻ ചെറിയ തയ്യാറായിട്ടില്ല. ഇന്ന് ഓടിച്ചിട്ട് പിടിച്ച് 1,10,00,000 രൂപ തന്നു. എന്റെ കയ്യിലുള്ള ഫണ്ട് ഉപയോഗിച്ച് 2.5 കോടിയുടെ പ്രൊജക്ട് ഏകദേശം ഒരു 6 മാസം കൊണ്ട് പൂർത്തിയാവും. കോഴിക്കോട് വരുന്ന ആളുകൾക്ക് 3 ആർസിഎം ഫാമിലിക്ക് താമസിക്കാനുള്ള 3 ഫ്ലാറ്റുണ്ട്. നിങ്ങൾക്ക് പോയി അവിടെ താമസിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ വരെ അവിടെ താമസം പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി വരെ അവിടെ ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞത് അത്രമാത്രം അവസ്ഥയിലേക്ക് എത്താൻ കാരണക്കാരന്റെ ചെറുക്കനാണ്. കാരണം എന്താ, മൂപ്പനായിട്ടൊന്നും ചെയ്തതല്ല. ബട്ട് മൂപ്പൻ അന്ന് എനിക്ക് ലോണിനുള്ള ഫെസിലിറ്റി കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് ഓരോ ജീവിതത്തിൽ ഓരോ മനുഷ്യനും വിധങ്ങൾ. എനിവേ, നമ്മളിവിടെ വന്നിരിക്കുന്ന ആളുകൾ കുറെ ചരിത്രവും പുരാണവും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടുപോയി കാര്യമില്ല. പുതിയ ആളുകളുടെ പേരുണ്ട്. ആദ്യമായിട്ട് ആശയം കൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്ക് പഠിക്കണം. ആശയം എന്താണെന്ന് പഠിക്കണം. ആശയം എങ്ങനെ അച്ചീവ് ചെയ്യാൻ പഠിക്കണം. ആശയത്തിന്റെ ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് പഠിക്കണം. ആശയത്തിന്റെ എങ്ങനെയാണ് നമുക്ക് ആശയങ്ങളുടെ വരുമാനം ഉണ്ടാക്കുക അത് പഠിക്കണം. അതല്ലാതെ കഥയും കവിതയൊക്കെ കുറെ കേട്ട കാര്യമില്ല. എംസാരോട് ആദ്യം പറഞ്ഞത് പാലക്കാട് നമുക്ക് കൂടുതൽ കഥ പറയരുത്, കുറച്ച് കാര്യം പറഞ്ഞു. ഞാൻ പാലക്കാട് കഴിഞ്ഞാൽ ക്ഷേമനോട് പറഞ്ഞു, ഇനി പാലക്കാട് നമുക്ക് കഥയുടെ പ്രശ്നം പറയുന്നത് കഥയില്ല, കാര്യം മാത്രമേ പാലക്കാട്. അപ്പൊ കുറച്ച് കാര്യം പറയുന്നു. കഥ പറഞ്ഞിട്ട് മതി കാര്യം പറ്റി. അപ്പൊ ആദ്യം കൂടെ ഓടി ജനിച്ചാണോ വല്ല അവരാണോ തീരുമാനിക്കുന്നത്. ഓക്കെ, ആർസിഎം എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചാണ്. ആർസിഎമ്മിനെ കുറിച്ച് അറിയാത്ത പേരുണ്ട്, കൈവന്നിട്ടുള്ളൂ. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും. കാരണം കുറെ കൂടി കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും.
മുന്നിലിരിക്കുന്ന ആളുകൾക്ക് അറിയാമെങ്കിൽ എനിക്ക് കൂടുതൽ പണിയൊന്നുമില്ല, കുറച്ച് കഥ പറഞ്ഞത് കൊണ്ട പണി പറഞ്ഞല്ലോ. RCM എന്ന് പറയുന്ന 3 അക്ഷരത്തിന്റെ ഫുൾ ഫോം അറിയാത്തവരുണ്ട്. RCM ഫുൾ ഫോം അറിയാത്ത എത്ര ആൾക്കാരുണ്ട് ഇവിടെ? എനിവേ നമുക്കൊന്ന് നോക്കാം എന്താണ് RCM എന്നുള്ളത്. ഇവിടെ കാണുന്നുണ്ടാവുമോ? ചെറിയൊരു RCM ഇവിടെ കാണുന്നില്ല. ചെറുതാ റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, അതാണ് RCM ഫുൾ നെയിം. കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന നോക്കാം. ഇത് RCM ഇന്ത്യയിലെ ഒരു കോറിയറാണ്. 2002 ഞാൻ ഒരു വഴിയില്ലാത്ത സമയത്ത് ഗോകുമാർ എന്ന് പറയുന്ന എന്റെ മെന്ററിന്റെ കയ്യിൽ നിന്ന് RCM എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് ഏറ്റുവാങ്ങിച്ചു. അദ്ദേഹം ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് ചെയ്തത്. പാലക്കാട് നിന്ന് വരണങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് നിങ്ങൾ എല്ലാവരെയും കോൺടാക്ട്. അദ്ദേഹത്തിൽ നിന്ന് RCM ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, ഇത് നെറ്റ്വർക്കാണ്? അതെ, ഇഷ്ടമായ നെറ്റ്വർക്കുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട നെറ്റ്വർക്ക് 6 മാസം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറില്ല. 6 മാസം കഴിയുമ്പോൾ ആ വ്യക്തി പുതിയൊരു കമ്പനിയായിട്ട് വരും. എല്ലാ കമ്പനിയായിട്ട് വരുമ്പോൾ എന്നെ കോടീശ്വരനാക്കാനാണ് വരിക. പക്ഷെ 6 മാസം കഴിയുമ്പോൾ ഇയാളുടെ കമ്പനിയോ നാട്ടിൽ ഉണ്ടാവാറില്ല. അപ്പൊ ഇത്തരം കമ്പനികളെയാണോ എന്നുള്ളത് എനിക്ക് എങ്ങനെ തിരിച്ചറിയാം? രാവിലെ ജോലി അന്വേഷിക്കലാണ് എന്റെ ജോലി. എന്നാൽ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്യും. ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് എപ്പോൾ ഞാൻ പുറത്തിറങ്ങുന്നോ ഇന്ത്യയിലെ ഏത് എയർലൈൻസിലും 6 അക്കത്തിൽ മേലെ വിഭവങ്ങളുണ്ട് എന്ന് നോക്കി ഓർഡർ കൊടുത്ത് ഭക്ഷണം കഴിച്ചു പോകണം. നമ്മൾ എവിടെയാണ് നോക്കാം? വലതുഭാഗത്ത് വില കയറി നോക്കും. അവസാനം നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വിലയിൽ കൊണ്ട് നിൽക്കും. ആ സാധനം നമുക്ക് ആവശ്യമില്ലെങ്കിലും എങ്ങനെയെങ്കിലും അവർക്ക് തടിയെടുക്കാൻ പറ്റില്ല, അതിന് ഓർഡർ കൊടുത്ത് നിന്ന് അവർ രക്ഷപ്പെടും. അതാണ് നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം, അല്ലേ? അങ്ങനെ ഒരു കാലഘട്ടം ഇന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു കാലഘട്ടം ഇല്ല. ഇന്ന് എന്ത് എന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നോ അത് നേടിയെടുക്കാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം ഈ പ്രസ്ഥാനത്തിലൂടെ കിട്ടി. 2008 ഞാൻ ആദ്യമായിട്ട് RCM വേൾഡിലേക്ക്, RCM വേൾഡില്ലെന്ന് RCMന്റെ ഹെഡ് ഓഫീസ് നിൽക്കുന്നത് ബിൽവാല സിറ്റിയിലാണ്. കേരളത്തിലേക്ക് ആദ്യത്തെ പിക്കപ്പ് സെന്റർ സാങ്ഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ബിൽവാലയിലേക്ക് പോകുന്നത് ഒരു ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ 30 ദിവസം യാത്ര ചെയ്തിട്ടാണ്. മനോരമ മാതൃഭൂമി ഈ 2 പത്രങ്ങൾ കൊണ്ട് നിലത്ത് കിടക്കേണ്ടി വന്നില്ല. കാരണം കുറേ വായിച്ച് കഴിയുന്നു. അത് തിരിച്ച് അതിൽ കണ്ടതാണ് 3 ദിവസം യാത്ര ചെയ്തിട്ട് ഞാൻ ബിൽവാല എത്തുന്നത്. ഇന്ന് എന്റെ യാത്രകൾ മൊത്തം എവിടെയാണ്? ഫ്ലൈറ്റിൽ മാത്രമാണ്. ഈ കേരളത്തിലെ എന്റെ തൊട്ടടുത്തുള്ള എയർപോർട്ടിൽ നിന്ന് ഞാൻ ഇന്ന് ഫ്ലൈറ്റ് കയറും. ബിൽവാലയ്ക്ക് ഏറ്റവും അടുത്തുള്ള ഒരു എയറോഡ്രോമിൽ പോയി ഞാൻ എയർപോർട്ടിൽ പോയി ഞാൻ വണ്ടി ഇറക്കും. അവിടുന്ന് കാർ വിളിക്കും, ടാക്സി വിളിക്കും, നേരെ ബിൽവാല പോകും. തിരിച്ചത് കഴിഞ്ഞാൽ അവിടുത്തെ ടാക്സി വിളിക്കും, എയർപോർട്ടിൽ വരും, തിരിച്ചെന്റെ വീട്ടിലേക്ക് പോരും. അടുത്ത് വേണം. അതാണ് ഒരു പേര് മാത്രമല്ല. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നോ അത് നേടിയെടുക്കാൻ പറ്റാവുന്ന പൊസിഷൻ. അത് എനിക്ക് മാത്രമുള്ളതല്ല. എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമില്ല. ഞാൻ ബേസിക് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. എനിക്ക് ജെപിസാറിന്റെ ഇംഗ്ലീഷ് അറിയില്ല, ജെപിസാറിന്റെ ഹിന്ദി അറിയില്ല, ജെപിസാറിന്റെ തമിഴ് അറിയില്ല, മറ്റ് ലാംഗ്വേജ് ഒന്നുമില്ല, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നില്ല, ഒന്നുമായിരുന്നില്ല. പക്ഷെ ഞാൻ ആരാണ്? കോർ ലീഡർ. അപ്പോൾ കോർ ലീഡർ ആവാൻ ഇതൊന്നും തടസ്സമല്ല. പ്രയത്നിക്കാൻ, RCM ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പ്രസ്ഥാനം നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ? ഉറപ്പായിട്ടും ഇവിടെ ഇരിക്കുന്ന ആളുകളും പെണ്ണുങ്ങളും ഒക്കെ കോർ ലീഡർമാരാണ് വരുന്ന 3 വർഷം കൊണ്ട്. 3 വർഷം കൊണ്ട് കോർ ലീഡർ. ഇത് കമ്പനിയുടെ സിൽവർ ജൂബിലി ഇയറാണ്, അല്ലെ? 2020 കമ്പനിയുടെ സിൽവർ ജൂബിലി ഇയറാണ്. ഈ സിൽവർ ജൂബിലി ഇയറിൽ വസ്തുവാൻ സാർ ഇങ്ങനത്തെ ഒരു ബാഗ് ഞാൻ ആ വണ്ടി കൊണ്ടുവച്ചത് പോകട്ട് പോണേ. അതെന്തിനാ എപ്പോൾ പറഞ്ഞു ചോദിക്കും. ഞാൻ പോകുമ്പോൾ മറന്നുപോയാലോ? കാരണം 1 വർഷമായിട്ട് അങ്ങനെ എന്നോട് ആവശ്യപ്പെടുന്ന എപ്പോഴും മറന്നുപോയി. ഓക്കെ, അപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ വ്യക്തികളിൽ 2025 കമ്പനിയുടെ സിൽവർ ജൂബിലി ആനിവേഴ്സറി ഡൽഹിയിൽ നടക്കും അടുത്ത നവംബർ മാസം. അവിടെ നമുക്കൊരു അച്ചീവ്മെന്റ് കിട്ടി. അവിടുത്തെ സ്റ്റേജിൽ കയറണമെങ്കിൽ മിനിമം ഒരു ടെക്കറ്റ് വെച്ചോളാം. TCKയുടെ സാന്നിധ്യത്തിൽ ഒരു ട്രോഫി നമുക്ക് അവിടെ വാങ്ങിച്ചു പോരാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തുടക്കമായിരിക്കും. അങ്ങനെ ഈ വരുന്ന സെപ്റ്റംബർ മാസം RCM ഒരു ടെക്നിക്കൽ ലെക്ചർ ആവണം എന്ന് മനസ്സിൽ ആഗ്രഹമുള്ള ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരാളെ പോലും ജോയിൻ ചെയ്യിപ്പിക്കാത്ത, ഇതുവരെ RCM ജോയിനിങ്ങിന് മാത്രം പർച്ചേസ് ചെയ്ത അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടില്ലാത്ത ആർക്കും ആഗ്രഹം ഉണ്ടാവാം. ഞാനത് സ്വന്തമാക്കുന്നത് ഞാൻ ആഗ്രഹിക്കാത്ത കുറെ ആളുകളുണ്ട്. എന്തൊക്കെ ആഗ്രഹം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കാത്ത ആളുകൾക്ക് ഓക്കെ, നമുക്ക് എങ്ങനെ എന്ന് തന്നെ പഠിപ്പിക്കാം. RCM എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. വാട്ട് ഈസ് ഡയറക്ട് സെല്ലിംഗ്? എന്താ ഡയറക്ട് സെല്ലിംഗ്? ആദ്യം നമുക്ക് എന്താണ് ഡയറക്ട് സെല്ലിംഗ്,
ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആസിയയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളെല്ലാം വാങ്ങിച്ചത് നമ്മളെ തൊട്ടടുത്തുള്ള കടകളിൽ പോയിട്ട് അല്ലെ, കടകളിൽ ചെന്നിട്ട് നമ്മൾ കുളിക്കാൻ ചോദിക്കും ഒരു ലക്സ് സോപ്പ് വയ്ക്കും, പല്ലേക്കാൻ നമ്മൾ എന്ത് ചോദിക്കും ഒരു കോൾഗേറ്റ് ടൂത്ത്പേസ്റ്റ് വയ്ക്കും അല്ലെ, ചോദിക്കാറില്ല. വീട്ടിൽ ചായ ഉണ്ടാക്കണമെങ്കിൽ ഒരു കണ്ണച്ചാൻ ചായപ്പൊടി തരും എന്ന് പറയും. പേര് ചോദിച്ച് നമ്മൾ സാധനം വാങ്ങിക്കും. എവിടുന്ന് കിട്ടിയാലോ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നത് പാലക്കാടല്ല, നമ്മുടെ അയൽവാസികളല്ല, നമ്മുടെ നാട്ടിലല്ല, ഏതോ നാട്ടിലെ ഏതോ കമ്പനി ഉണ്ടാക്കി നമ്മുടെ നാട്ടിലെ കടകളിലൊക്കെ കൊണ്ടുകൊടുക്കുന്നു. നമ്മൾ അതിന്റെ പേര് ചോദിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കും. എന്താ കാരണം? ദാറ്റ് ഈസ് ട്രഡീഷണൽ ബിസിനസിന്റെ പവർ. അതാണ്. അതിലേക്ക് ഞാൻ വരാം. ഡയറക്ട് സെല്ലിംഗ് എന്താണ്? ഡയറക്ട് സെല്ലിംഗ് എന്താണ് പറയുന്നത്? ഡയറക്ട് സെല്ലിംഗ് ആക്ച്വലി ഇന്ത്യയിലല്ല വിദേശത്താണ് ആദ്യം തുടങ്ങുന്നത്. 1959 അമേരിക്കയിൽ തുടക്കം കുറിച്ച ഈ ഒരു സംവിധാനം ഇടത്തട്ടുകാരോ പരസ്യ കമ്പനികളോ ഇല്ലാതെ കസ്റ്റമർക്ക് നേരിട്ട് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ഈ ഒരു സംവിധാനം 1959 അമേരിക്കയിൽ ആരംഭിച്ചു. ഇത് ഇന്ത്യയിൽ തുടങ്ങുന്നത് 1990 ശേഷം. എന്നാൽ 1990 ശേഷം ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ലോകത്തിലെ ഒട്ടുമിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഡയറക്ട് സെല്ലിംഗ് ഉണ്ട്. മലേഷ്യ പോലുള്ള രാജ്യത്ത് ഡയറക്ട് സെല്ലിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മിനിസ്ട്രി തന്നെ പ്രത്യേകമായിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നിട്ടില്ല, വരുന്നു. ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു പഠന വിഷയമാണ്. ഇനിയോ 2021 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നു. എന്നാൽ 2001 അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഡയറക്ട് മാർക്കറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സോഷ്യൽ റെക്കഗ്നേഷൻ കിട്ടും. ഞങ്ങളൊക്കെ പറയുന്ന സമയത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ എന്താ പറയാ, വേറെ വല്ല പണി ചെയ്താൽ പോലെ. ഈ മണീഷ്യ കമ്പനികളൊക്കെ ഞങ്ങൾ മണീഷ്യ എന്നാ പറയാ, നെറ്റ്വർക്കോട് ഡയറക്ട് മാർക്കറ്റിംഗ് അല്ല, എന്ത് പറഞ്ഞാലും മണീഷ്യ എന്നാ പറയാ. ഇന്ന് അങ്ങനെ ഒരു വിഷയമില്ല. കറക്റ്റ് ആയിട്ട് കമ്പനി നല്ലതാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ട് ഒരു സോഷ്യൽ റെസ്പെക്ട് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് ഡയറക്ട് സെല്ലിംഗ് ചെയ്താൽ കിട്ടുന്ന ഗുണം? ഒന്ന്, അൺലിമിറ്റഡ് ആയിട്ടുള്ള പാസീവ് ഇൻകം കിട്ടും. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് ആയിട്ട് ചെയ്യാത്ത സമയത്ത് നമുക്ക് ജീവിക്കണം അല്ലേ. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്നു, നമുക്ക് വരുമാനം കിട്ടുന്നു 1000 രൂപ എല്ലാ ദിവസവും. നമ്മൾ 1000 രൂപ കൊണ്ട് എല്ലാ ദിവസവും ജീവിക്കും. അടുത്തൊരു മാസം കഴിയുമ്പോൾ നമുക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു, നമുക്ക് പണിയെടുക്കാൻ പറ്റാതെയായി. പണിയെടുക്കാൻ പറ്റാതെ ആവുന്ന സമയത്ത് നമുക്ക് വരുമാനം ഇല്ലാതെയായി. നമ്മുടെ ചെലവ് ഒരു വ്യത്യാസമില്ല. ഡെയിലി നമുക്ക് ജീവിക്കണമെങ്കിൽ 1000 രൂപ വേണം. ആ വരുമാനം കിട്ടാൻ ഒരു വഴിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം മുട്ടി അല്ലെ. ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ പണിയെടുത്താൽ ആരോഗ്യമില്ലാത്ത സമയത്തും വരുമാനം തരുന്ന സംവിധാനത്തെ നമുക്ക് പാസീവ് ഇൻകം തരുന്ന ഇൻഡസ്ട്രി എന്ന് വിളിക്കാം. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അത് ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട് ഒരു 2 സ്ലൈഡ് വേണ്ടത് പറഞ്ഞു. ഓക്കെ, ഇനി ഫാമിലിയെ കൂടെ യഥേഷ്ടം സഞ്ചരിക്കാൻ നമുക്ക് എവിടെ വേണമെങ്കിലും. എന്റെ ജീവിതത്തില് ഒരു ഗൾഫിൽ പോയി ഒരു ജോലി സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ പാസ്പോർട്ട് എടുത്തു. എനിക്ക് ഒരാളും ഗൾഫിൽ പോകാനുള്ള അവസരം തന്നില്ല. അങ്ങനെ എന്റെ പാസ്പോർട്ട് 20 വർഷം കഴിഞ്ഞപ്പോൾ എക്സ്പെഡേറ്റ് ആയപ്പോൾ ഞാൻ കയറി കണ്ടു. പിന്നെ അതൊരു കാര്യമില്ലല്ലോ, റിന്യൂ ചെയ്തിട്ട് എന്നെ ആരും കൊണ്ടുപോയില്ല എന്നുള്ള എനിക്ക് ഉറപ്പായി. ആർക്കും വേണ്ടാത്ത ഒരു സാധാരണക്കാരനെ ആരും കൊണ്ടുപോകാൻ. അങ്ങനെ ഞാൻ RCM ജോയിൻ ചെയ്തു. 2005 ഞാൻ ജോയിൻ ചെയ്ത് വളരെ ശക്തമായിട്ട് ഞാൻ RCM പ്രവർത്തിച്ചു. 2010 ആദ്യമായിട്ട് RCM കമ്പനി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പാസ്പോർട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. സാർ എന്തിനാണ്? നിങ്ങളെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ആദ്യമായിട്ട് തായ്ലൻഡിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ടീം പ്രവർത്തന ശേഷിയുടെ മികവിൽ തായ്ലൻഡിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ വീട്ടിൽ ഓടി വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഞാൻ തായ്ലൻഡിൽ പോകാൻ. ഭാര്യ എന്നോട് പറഞ്ഞു, ഏയ് നിങ്ങൾ പോകാൻ പാടില്ല. അതെന്താണ് നിങ്ങൾ പോകാൻ പാടില്ലാത്ത? ഞാൻ പോകും, എന്റെ കമ്പനി കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങളൊരു ഫ്ലാഷ് ബാക്ക്, ഞാൻ പഴയ കാലത്തെ കഥ പറയാം. എന്റെ വീട് കോഴിക്കോട് എയർപോർട്ടിലുണ്ടാവും. അപ്പൊ ഈ എയർപോർട്ടിൽ വിമാനം ഇറങ്ങുന്നത് കണ്ടില്ല. ഓട്ടോറിക്ഷ ശാലിക്കുന്ന മാതിരിയല്ല മൂപ്പര് കിട്ടുക. മൂപ്പര് 2 പ്രാവശ്യം വട്ടമിട്ട് കറങ്ങും. കറങ്ങിയിട്ടാണ് ഇങ്ങനെ താഴെ പോയിട്ട് ലാൻഡ് ചെയ്യാം. അപ്പൊ ഈ വട്ടമിട്ട് കറങ്ങുമ്പോഴേക്കും കറങ്ങാൻ അടിയിൽ കൂടെ ഇങ്ങനെ പറന്ന് വരുമ്പോൾ എന്റെ വീടിന്റെ മുകളിൽ കൂടെ കറങ്ങാം. മലപ്പുറം ജില്ലയില് എന്റെ വീടിന്റെ തൊട്ടടുത്ത് കൂടെ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ ആവും ദുബായിൽ വരുന്ന ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ വേണ്ടി വരും. അപ്പൊ ഞാനിങ്ങനെ നിലവിൽ നോക്കും. അപ്പൊ എന്റെ ഭാര്യ ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾ നിലവിൽ നോക്കിയിട്ടല്ല, ആരെങ്കിലും ബിസ്ക്കറ്റ് കൊണ്ടുകൊണ്ട് കഷ്ടം ശ്രദ്ധിക്കേണ്ട എന്ന് കരുതി ചിലപ്പോ ആ വിൻഡോയിനുള്ളിൽ കൂടെ പുറത്ത് കിട്ടാൻ നമ്മുടെ പറഞ്ഞാൽ വേണ്ടത് നമ്മൾ എടുത്താലോ. അപ്പൊ ഭാര്യയ്ക്ക് മനസ്സിലായി ഇയാളെങ്കിലൊക്കെ പോയി. പിന്നെ ഒരു ദിവസം അവർ ചുരുക്ക് കഴിച്ചു കൊടുത്തിട്ട് അവരോട് ചോദിച്ചു, ഇതിങ്ങനെ ഞാൻ നിലവിൽ നോക്കിയെങ്കിൽ കണ്ടപ്പോ എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവും. ആരാ കൊണ്ടുകൊണ്ടത്? അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആരാ കൊണ്ടുകൊണ്ടത്? ജീവിക്കാൻ ഒരു ഗതിയില്ലാതെ എനിക്ക് അവിടെ വിമാനം കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ
ഞാൻ അവരോട് നല്ല രീതിയിൽ പറഞ്ഞു, എനിക്ക് തന്നെ കൊണ്ടുപോകാൻ കഴിവില്ല ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ അഭിമാനത്തോടെ അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, വിമാനത്തിൽ നമ്മൾ യാത്ര ചെയ്യാൻ പാടില്ല. നമ്മൾ കാർ എടുത്ത് ഇങ്ങനെ റോഡിലൂടെയൊക്കെ അല്ലെങ്കിൽ ബസ്, കാറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ ജീവിതം നഷ്ടപ്പെടില്ല. ചിലപ്പോൾ കയ്യോ കാലോ പോയി ഹോസ്പിറ്റലിൽ പോയി അതൊക്കെ റെഡിയാക്കി നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. അതൊന്ന് താഴ്ത്തി പോകാൻ പരിപാടി കഴിഞ്ഞു. അതുകൊണ്ട് ജീവിതം വേണ്ടാത്ത ആളുകൾ മാത്രമേ അത് യാത്ര ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അവർക്ക് പരിപൂർണമായിട്ട് മനസ്സിലായി എന്റെ ഭർത്താവ് ഒരു അസൽ കഴിക്കാനാണ്, അതൊന്നും പറ്റില്ല. അവർ അതിനെ കയറിപ്പോയി. ഞാൻ പറഞ്ഞു ആശയം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്നെ താഴേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഞാൻ ഓടി വീട്ടിൽ വന്നപ്പോ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോകാൻ പാടില്ല. അപ്പൊ എനിക്ക് എന്താ നിങ്ങൾ പോകാൻ പാടില്ല? എനിക്ക് ആശയമോ വരുമാനമോ ഒന്നുമല്ല വിഷയത്തിൽ നിങ്ങളാ വിഷയം. ഞാനിവിടെ ഉണ്ടല്ലോ, അതല്ലേ ഇപ്പൊ നല്ല വരുമാനക്കാരി എനിക്ക് അതൊന്നും അല്ല. ആ സാറിന്റെ ആദ്യം പോകുന്ന എനിക്ക് നിങ്ങൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും. അപ്പോഴാണ് അതുകൊണ്ട് പൈസ ഇല്ലാത്ത സമയത്തൊന്നും പറയേണ്ട, ആശയം ചെയ്യാൻ തീരുമാനിച്ചത് ഉറപ്പായിട്ട് നിങ്ങളെ. അതിനുശേഷം അവിടെ ഞാൻ പറഞ്ഞ സമാധാനപ്പെട്ട് ഞാൻ തായ്ലൻഡിൽ പോയി. ഞാൻ പറഞ്ഞ 2 ട്രിപ്പിൽ തന്നെ കൊണ്ടുപോകണം. അങ്ങനെ പിന്നെ 2 ട്രിപ്പിൽ ഞാൻ അവിടെ തായ്ലൻഡിൽ കൊണ്ടുപോയി. പിന്നെ ഞാൻ അവിടെ കമ്പനിയുടെ കയറോപ്പിൽ വിയറ്റ്നാം കൊണ്ടുപോയി. പിന്നെ ഞാൻ അവിടെ കമ്പനിയുടെ കയറോപ്പിൽ ഞാൻ ഇന്തോനേഷ്യ കൊണ്ടുപോയി. ജെയിംസാറിനോട് പറയണ്ട, അടുത്ത ഏപ്രിൽ മാസം കമ്പനി എന്റെയും ഭാര്യയും ഹോങ്കോങ് കൊണ്ടുപോയി. എന്താ ചെയ്യാം? കൊണ്ടുപോകാൻ രക്ഷയില്ലല്ലോ. പോടെ പോയേ പറ്റും. ആശയം കൊണ്ടുപോകും. അപ്പൊ എന്ത് കിട്ടും? ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യാനുള്ള അവസരം കിട്ടും. ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ അബ്രോഡ്. നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കാൻ എനിക്ക് മാത്രമാണോ? നിങ്ങളെ ഒക്കെ കൊണ്ടുപോകാൻ കഴിയും. എന്ത് വേണം? ആശയത്തിന്റെ കൂടെ ശക്തമായി കുറച്ച് നിന്ന് പ്രവർത്തിക്കണം. ഫുൾ ടൈം ആയിട്ട് ചെയ്യാം. മാക്സിമം നേരത്തെ. ഇന്നലെ രാത്രി വത്സാറിന്റെ പ്രോഗ്രാം കണ്ട ആളുകളാണ് എത്ര പേരുണ്ട്? വത്സാർ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ആശയത്തിൽ വന്നിട്ട് വർഷവർഷാന്തരങ്ങളോ ജീവിക്കലല്ല, ഏറ്റവും അടുത്ത പീരീഡ് കൊണ്ട് വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കണം നിങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചെയ്യാം. പിന്നെ എന്ത് കിട്ടും? ലവ്, സ്നേഹം കിട്ടും, പേര് കിട്ടും, ഹോണർ കിട്ടും, ഫെയിം കിട്ടും. പാലക്കാട് കൂടെ ആശയം അല്ലാതെ ഞാൻ ഇതിലെ കാറല്ല, ഇനി കാരണം വിളിച്ചു വന്നാൽ നിങ്ങൾ ആരെങ്കിലും വിളിച്ച് എന്റെ കഴുത്തിൽ പൊന്നാടും ഇടുവോ? ആശയത്തിൽ ബോധകളായതുകൊണ്ടാണ് അവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടുന്ന് പൊന്നാട കരുതിട്ടത് ആണല്ലോ അല്ലേ? ഇതെല്ലാം ആശയം തരും. നിങ്ങൾ ആശയം ചെയ്താൽ മതി, ചോദിച്ചു വാങ്ങിക്കണ്ട. ഇതിനു വേണ്ടി നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുക, നല്ലൊരു ഡ്രീം സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡ്രീം എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ആശയം ഉണ്ടാക്കി തരും. ഇതിൽ നിങ്ങൾക്കൊരു ബോസ് ഇല്ല, ഇതിലെ ബോസ് നിങ്ങൾ മാത്രമാണ്. ഇതിലെ മാസ്റ്റർ നിങ്ങളാണ്. നിങ്ങൾ തീരുമാനിക്കുക എത്ര ഷോർട്ട് ടൈമിനുള്ളിൽ ഒരു അച്ചീവർ ആവണം. 2025 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ പോകുകയാണ്. ഇവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ടെക്നിക്കൽ അച്ചീവർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞാനൊരു മന്ത്രം ഉപദേശിക്കും. ചെയ്താൽ ആവാം, ചെയ്തില്ലെങ്കിൽ ഒരു രക്ഷയില്ല. ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ. ഞാനൊരു സാധാരണക്കാരനാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും സാധ്യത ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിലാണ്. ഫിക്കി, KPMG പോലുള്ള വലിയ സർവേ നടത്തുന്ന ഇന്റർനാഷണൽ ലെവലിലുള്ള കമ്പനികൾ പറയുന്നത് ഇനി ഡയറക്ട് സെല്ലിംഗിന്റെ ഏറ്റവും വലിയ, ലോകത്തെ ഏറ്റവും വലിയ ആസ്ഥാനം ഇന്ത്യയാണ്. കാരണം എന്താ? 150 കോടി ജനങ്ങളുള്ള ഇന്ത്യ, ലോക ജനസംഖ്യയുടെ 5-1 ജീവിക്കുന്ന ഇന്ത്യ. ഇവിടെയാണ് ഏറ്റവും വലിയ സാധ്യത. 2025 അവസാനിക്കുമ്പോൾ 65,000 കോടിയുടെ വിറ്റുവരവ് ഡയറക്ട് സെല്ലിംഗിൽ മാത്രം ഇന്ത്യയിൽ നടക്കുമെങ്കിൽ അതിന് ഏറ്റവും വലിയ സാധ്യത ഏതാ? 30 തൊട്ട് കർപ്പൂര വില വെക്കുന്ന RCM അല്ലാതെ വേറെ ഏത് കമ്പനിക്കാണ് സാധ്യത? അതിന്റെ ആരാധന ഇരിക്കുന്ന ആളുകൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കരുത്. അതിന്റെ ആരാധന ഹലോ ഓണർ എന്താണ്? ഓണം എന്ന് പറയാൻ തന്നെ ഒരു ഉഷാറ് വേണ്ടേ? കാലങ്ങളായിട്ട് ഈ പാലക്കാട് നടക്കുന്ന എത്ര ഷോപ്പുകളിൽ പോയി നിങ്ങളെ ജീവിതത്തിലെ സാധനങ്ങൾ നിങ്ങൾ സ്വന്തം ആവശ്യത്തിന് വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ഒരു മുതലാളി പറഞ്ഞോ ഈ കമ്പനിയുടെ മുതലാളികളാണ്? നിങ്ങൾ ആശയം വേൾഡ് കാണാൻ പോകും. നിങ്ങൾ ആ ഗേറ്റിലേക്ക് കാല് വെക്കുമ്പോൾ തന്നെ TCG വലിയ മതിൽ എഴുതിയിട്ടുണ്ട്, ഇവിടെ വരുന്നത് നിങ്ങൾ ആരും ആശയത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ല, ഈ പ്രസ്ഥാനത്തിന്റെ മുതലാളിമാരാണ്. ഒരു നയാ പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആ കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ കേരളത്തിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയാൽ അതിന്റെ 45% TCG നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. എത്രയാ? അത് വാങ്ങിയെടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി. എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് സ്വന്തമായിട്ട് വായിച്ചിട്ട് സ്വന്തമായിട്ട് അർത്ഥം പറയാം, മനസ്സിലാവും ഞാൻ ഈ കമ്പനിയുടെ മുതലാളിയാണ്. ആ അധികാരഭാഗത്ത് നിങ്ങൾക്ക് അവിടെ എവിടെ വേണമെങ്കിലും കയറിച്ചില്ല. ഏത് ഫാക്ടറിയിൽ പോവാം, ഏത് സംവിധാനവും നിങ്ങൾക്ക് കാണാം. ഒരാളും നിങ്ങൾ തടസ്സപ്പെടുന്നില്ല. കേരളത്തിന്റെ ദേശീയമായിട്ടുള്ള ഒരു കറി പൗഡറാണ് ഈസ്റ്റേൺ അല്ലെ? ഞാൻ സാറും കൂടി മൂന്നാറിന്റെ ഒരു ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് അടിമാലിയാണ് ഈസ്റ്റേണിന്റെ ആസ്ഥാനം. അങ്ങനെ അടിമാലി എത്തിയപ്പോൾ വലതുഭാഗത്ത് 10 ഏക്കർ സ്ഥലത്തെ ഈസ്റ്റേണിന്റെ
കോമ്പൗണ്ട് ഉണ്ട്. ഞാൻ സാറിനോട് സാറേ ആശയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിരന്തരമായിട്ട് ഉപയോഗിച്ചിരുന്ന കമ്പനിയാണ് ഈസ്റ്റേൺ. കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു ന്യൂസ് കണ്ടു, ഈ കമ്പനിയിലെ 1200 ടൺ കയറ്റുമതിക്ക് വെച്ച സ്പൈസസ് അവരുടെ കോമ്പൗണ്ടിൽ തന്നെ വലിയ JCB കൊണ്ടുപോയി മാതി കുഴിച്ചിട്ടു. അപ്പൊ ഇവരുടെ നിർമ്മിതി ഒന്നും നമുക്ക് കയറി കണ്ടിട്ട് പോവാം. എന്തായാലും നമ്മൾ ഉപയോഗിച്ച കമ്പനിയല്ലേ, അങ്ങനെ ഞങ്ങൾ അവിടെ സൈഡാക്കി വണ്ടി നിർത്തി നേരെ ഗേറ്റ് എത്തിയപ്പോൾ ഗേറ്റ് അടച്ചിരിക്കുന്നു. സെക്യൂരിറ്റിയുടെ റൂമിന്റെ സൈഡിലായിട്ട് ചെറിയ ഡോറുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾ കോളേജിൽ അവിടുത്തെ സെക്യൂരിറ്റി പുറത്തേക്ക് സെക്യൂരിറ്റി എന്താ വേണ്ടത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ കമ്പനിയുടെ ഒരു കുറെ വർഷങ്ങൾ ഉപഭോക്താക്കളായിരുന്നു, അതുകൊണ്ട് ഈ ഫാക്ടറി കൊണ്ട് കണ്ടാൽ കല്യാണുണ്ട്, വീഡിയോ ഒന്ന് എടുക്കണം. അയാൾ ഞാൻ നോക്കി ഞങ്ങൾ അടിപൊളി. എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ കമ്പനിയിൽ 8 വർഷമായി സെക്യൂരിറ്റി ആയിട്ട് വന്നിട്ട് 8 വർഷത്തിനിടയ്ക്ക് എന്നെ ഇതുവരെ കമ്പനി അതിന്റെ ഉള്ളിലേക്ക് കയറ്റിയില്ല. പിന്നെയാണോ കൂടെ വലിയ നേടുന്നത് നിങ്ങളെ. എന്നാൽ RCMലേക്ക് പോകുന്നത് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ ഫാക്ടറികളും യഥേഷ്ടം വിസിറ്റ് ചെയ്യാം, ഒരാളും നിങ്ങൾ തടയില്ല. നിങ്ങളാണ് കമ്പനിയുടെ മുതലാളികൾ. എന്താ ട്രഡീഷണൽ ബിസിനസ്? ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അത് ഇന്ത്യ മൊത്തം വിതരണം ചെയ്യാൻ ഒരു CNF കൊടുക്കുന്നു, അവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്നു, അവർ ഹോൾസെയിലർക്ക് കൊടുക്കുന്നു. ആ ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് നമ്മുടെ നാട്ടിൽ റീറ്റെയിൽ ഷോപ്പിലേക്ക് സാധനം എത്തുന്നു. അവർ 4 വാങ്ങും, നമ്മൾ വാങ്ങും. ലക്ഷ്യമുണ്ടോ എന്ന് അവർ ചോദിക്കുന്നത് എന്താണ്? കോടികളെ കൊടുത്തിട്ട് മീഡിയ വഴി അവർ അഡ്വർടൈസ്മെന്റ് കൊടുക്കും. അതിനുവേണ്ടി മമ്മൂട്ടിയെ പോലെ, ഐശ്വര്യ റായിയെ പോലെ, ദീപിക പദുക്കോണെ പോലുള്ള ആളുകൾ പറയും കണ്ട എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? ഇന്ദുലേഖ സോപ്പ് മാർക്കറ്റ് ഇറങ്ങിയിട്ട് 12 വർഷമായിട്ടുണ്ട്. മമ്മൂട്ടി കേരള ഇന്ത്യൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് 42 വർഷമായി. അന്ന് തൊട്ടേ മുമ്പിൽ ആരാധകനാണ്, മുമ്പിൽ മണ്ടേ സുന്ദരനാണ്. ഇന്ദുലേഖ സോപ്പ് ഇറങ്ങിയപ്പോൾ മുമ്പിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇന്ദുലേഖ സോപ്പ്. അന്നാണ് ഞാൻ മനസ്സിലാകുന്ന മുമ്പിൽ കാണാറ്. അതുവരെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇതൊന്നും അറിയാത്ത നാട്ടിൽ കുറെ പാവങ്ങൾ സാധനം വാങ്ങിച്ചിട്ടുണ്ടാവും. മമ്മൂട്ടി ബ്രാൻഡ് അംബാസഡറായി 3 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത ന്യൂസ് വന്നു. എന്താണ്? ഞങ്ങളുടെ ബിസിനസ് 3 മാസം കൊണ്ട് ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. 6 കോടിയിൽ നിന്ന് 12 കോടിയായിട്ട് മാറി. മാനന്തവാടിക്കാരൻ കീഴുവട്ട കഥ ഞാൻ എല്ലാ മീറ്റിംഗും പറയാറുണ്ട്. പാവം പത്രം നോക്കുമ്പോൾ മമ്മൂട്ടി ഇങ്ങനെ സുന്ദരനായിട്ട് സോപ്പ് പിടിച്ചിരിക്കുന്നു. മൂപ്പര് പറയാണ് മൂപ്പരിന്റെ മാതിരി മമ്മൂട്ടിന്റെ ആധാരം എല്ലാ സ്ഥലവും പോയി കാണും. മാനന്തവാടി പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വയനാട് തണുപ്പാണ്, ആഴ്ചയ്ക്ക് 2 ദിവസം കുളിക്കുന്നു. പക്ഷെ മമ്മൂട്ടി പറഞ്ഞ ഈ സോപ്പ് കൊണ്ട് നിങ്ങൾ ഡെയിലി കുളിച്ചോളൂ, എന്നെ പോലെ സുന്ദരനാവാം. മൂപ്പര് കണ്ണാടി പോയി നോക്കുമ്പോൾ മമ്മൂട്ടിയേക്കാൾ 2 വയസ്സ് പ്രായമാണ്. പക്ഷെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാൽ മമ്മൂട്ടിയുടെ മുത്തച്ഛനായിട്ട് അഭിനയിക്കാം. കാരണം ഫേസും ആകാരമൊക്കെ ആ രീതിയിലേക്ക് ആയിരിക്കും. എന്നാ പിന്നെ ഞാൻ സോപ്പ് കൊണ്ട് കുളിക്കാം, ഇയാളെ മാതിരി ആവുമല്ലോ. 1 ഡസൻ സോപ്പ് വാങ്ങിച്ച് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം 3 നേരം കുളിക്കാൻ തുടങ്ങി. ഒരു കൊല്ലം മുമ്പിൽ കുളിച്ചു കഴിഞ്ഞപ്പോൾ സോപ്പ് കുറെ വാങ്ങിയെന്നല്ലാതെ വയസ്സ് ആഴ്ചയ്ക്ക് 2 ദിവസം കുളിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു വർഷം കൊണ്ട് 4 വയസ്സ് കുട്ടി മൂപ്പര് കണ്ട വീണ്ടും കണ്ണാടി നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് വൃദ്ധനായിരുന്നു. മൂപ്പര് വീണ്ടും വൈദ്യനോട് പോയി പറഞ്ഞു ഞാനൊരു അബദ്ധം പറ്റി, മമ്മൂട്ടി പറഞ്ഞു കേട്ടിട്ട് ഞാൻ എല്ലാ ദിവസവും കുളിക്കാൻ തുടങ്ങി, 2 പ്രാവശ്യം 3 പ്രാവശ്യം കുളിക്കും. ഈ ഇന്ദുലേഖ സോപ്പ് കഴിഞ്ഞിപ്പോ ഞാൻ ആകെ കിഴവനായിരിക്കും, ഇനി എന്താ പരിഹാരം? കേസിലാതെ മുപ്പിങ്ങനെ കൊലായിരിക്കുന്ന സമയത്ത് അയാൾ ഒന്ന് പരിഹാരം എന്തെങ്കിലും വരും. മൂപ്പരത്തെ വക്കാലത്ത് വാങ്ങിച്ചിട്ട് മമ്മൂട്ടിക്കെതിരെ നോട്ടീസ് അയച്ചു കൽപ്പറ്റ കോടതി. ഇന്ത്യൻ ജുഡീഷ്യറിക്ക് മമ്മൂട്ടി ഒക്കെ കിടക്കാം. അവിടെ വക്കാലത്ത് കിട്ടി, കേസ് ഫയൽ ചെയ്തു. റിട്ട് ഫയൽ ചെയ്തതോടുകൂടി മമ്മൂട്ടിയോടും ഇന്ദുലേഖ കമ്പനിയുടെ MD കൽപ്പറ്റ ഹാജരാവുന്നു. മമ്മൂട്ടിക്ക് സമയമുണ്ടോ? ഹാജരായാലും എന്താവും? അറസ്റ്റ് വാറണ്ടാവും. കോടതി എങ്ങനെയാണ് അല്ലേ സാറേ? ഒരു സംശയമില്ല, വാറണ്ടും അറസ്റ്റ് ചെയ്ത് കൊണ്ടാക്കും. 4 ആൾ അവയും നാണക്കേടാണ്. ചുരുക്കി പറഞ്ഞാൽ മമ്മൂട്ടി ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഇയാളുമായിട്ട് ആക്കി. 50,000 രൂപ മമ്മൂട്ടി കൊടുത്തു, 50,000 രൂപ ഇന്ദുലേഖയുടെ കമ്പനി കൊടുത്തു. ഇയാളുടെ കേസ് മമ്മൂട്ടി ഇന്ദുലേഖയോട് പറഞ്ഞു ഇനി ആരെയും പരിപാടിക്കില്ല. അതിനുശേഷം നിങ്ങൾ എവിടെയെങ്കിലും ഇന്ദുലേഖ പരസ്യത്തിന് മുമ്പിൽ കണ്ടില്ല? ഇല്ല. ഒരു കോസ്മെറ്റിക്സിന്റെ പരസ്യത്തിൽ പിന്നെ മമ്മൂട്ടി കയറിയില്ല. ഇതുപോലത്തെ ആളുകളാണ് നമ്മളെ പറ്റിക്കുന്നത്. ഇതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ഡയറക്ട് മാർക്കറ്റിംഗിൽ എന്താണ്? CNF ഇല്ല, ഡിസ്ട്രിബ്യൂട്ടർ ഇല്ല, ഹോൾസെയിലർ ഇല്ല, റീറ്റെയിലർ ഇല്ല, കമ്പനിക്ക് ഡയറക്ട് കസ്റ്റമർ. സുന്ദരനായ JP സാർ വന്നിട്ട് നിങ്ങളോട് പറയുന്നത് കണ്ട എനിക്ക് വയസ്സ് 55 JP സാറിനല്ല, എനിക്ക് JP സാർ സുന്ദരനാണ്. ഈ കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ RCM സെൻസേഷൻ, മുമ്പ് സ്കിൻ കെയർ ആയിരുന്നു, പേര് മാറി സെൻസേഷൻ ആയിരുന്നുള്ളൂ. പക്ഷെ ഒരു പ്രശ്നമില്ല. എന്റെ ഭാര്യ ലക്സ് സോപ്പിന്റെ പരസ്യം ഐശ്വര്യ റായി കുടിക്കുമ്പോൾ അവിടെ എല്ലാ ദിവസവും ലക്സ് സോപ്പോടെ കുളിക്കാം. എന്റെ ഭാര്യ പൊതുവെ കറന്നിട്ടാണ്, ലക്സ് സോപ്പോട് കുളിക്കാൻ തുടങ്ങിയ ശേഷം ഒന്നുകൂടി കറന്നു. ഞാൻ അവളോട് പറഞ്ഞു സെൻസേഷൻ പറഞ്ഞിട്ട് സോപ്പ് വന്നിട്ടുണ്ട്, നീ അങ്ങോട്ടൊന്ന് കുളിച്ചു നോക്ക്. പക്ഷെ അവൾക്ക് ആഗ്രഹം വരുന്നില്ല. അവൾ പറഞ്ഞു ഞാൻ ലക്സ് സോപ്പോടെ കുളിക്കുന്നു. 1 വർഷം കൂടി അവൾ ലക്സ് ഉപയോഗിച്ചു, വീണ്ടും കറന്നു.
പിന്നെ ഞാൻ പ്രഷർ ചെയ്തു, അവിടെ സെൻസേഷൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ ഷൈമളനാണ് ഒന്ന് വെളുത്ത് ഇപ്പൊ അവള് പറയുന്നു എന്താ അന്നത്തെ ഞാനാണോ ഇപ്പൊ നിങ്ങൾ സെൻസേഷൻ ഉപയോഗിക്കും, അപ്പൊ ആളുകൾ വായിക്കുന്നു. ഇതാണ് നമ്മുടെ ബിസിനസിന്റെ ട്രെൻഡ്. ഇത്രയും നിങ്ങൾ ഉപയോഗിച്ച കസ്റ്റമർ പറയുന്നു ഇത് നല്ലതാണ്, ഇടത്തിന്റെ കാര്യമില്ല, പരസ്യമില്ല, ഇത് നിങ്ങൾക്ക് തരും. ആ പണമാണ് നിങ്ങൾ ആരാക്കി മാറ്റുന്നത്? കോറിയേറ്ററും ടെക്നിക്കൽ വെച്ചോടും എല്ലാം ആക്കി മാറ്റുന്നത്. സിമ്പിൾ. ഇത്രയും മനസ്സിലായ ഇത്രയും മനസ്സിലാക്കി തരാൻ പറ്റും. ഒക്കെ പഠിച്ച് ഡിപ്ലോമ എടുക്കുന്നതിന് നമുക്ക് ആശ്രയം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ചാനലുകൾ കേട്ടോ പോയി 25 വയസ്സോ അതിൽ താഴെയുള്ള ആളുടെ കൈവന്നിച്ചേ, 30 വയസ്സോ താഴെയുള്ള ആളുടെ കൈവന്നിച്ചേ. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ജാതക. 25 വയസ്സ് വരെ ജീവിച്ച ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തില് കേരളത്തിലെ സർക്കാർ പറയുന്നത് കേരളത്തിന്റെ ഒരു ശരാശരി ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ 70 വയസ്സാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രായം. എത്രയാ? 70 വയസ്സ് വരെയാണ് കേരളത്തിന്റെ ഒരു ആരോഗ്യകരമായ ജീവിതം. അത് കഴിഞ്ഞാൽ ആരോഗ്യമില്ല, മരിച്ചു പോകുന്ന പറയുന്നത് ശരാശരി ഒരു ജീവിതത്തിന്റെ കണക്ക്. അപ്പൊ ഞാൻ 70 വരെ എടുത്തു. 25 വയസ്സുകാരൻ കൈവന്നിച്ച ആളുകൾ 9125 കഴിഞ്ഞു. 16,425 ദിവസം മിച്ചമുണ്ട്. എത്രയാണത്? ആളുകളെ വിചാരം അഹങ്കാരം കണ്ടതൊന്നും ലക്ഷക്കണക്കിന് ദിവസം ഈ ഭൂമിയിൽ ജീവിച്ച് ഞാനിവിടെ അങ്ങനെ ആർമാച്ച് നടക്കും, ഒന്നും സംഭവിക്കാൻ പോലില്ല. 30 വയസ്സുകാരോട് പറയാനുള്ളത് 10,950 കഴിഞ്ഞു, 14,800 മിച്ചമുണ്ട്. 35 വയസ്സുകാരോട് പറയാനുള്ളത് 12,770 കഴിഞ്ഞു, അത്രയുണ്ട്. 12,75 ബാക്കിയുണ്ട്, 770 ബാക്കിയുണ്ട്. 40കാരൻ സ്വന്തമായിട്ട് വയസ്സിനോട് അന്വേഷിച്ച് ചെയ്താൽ മതി. 40കാര 14,600 കഴിഞ്ഞു, 10,950 മിച്ചമുണ്ട്. 45കാര 16,425 കഴിഞ്ഞു, 9,125 മിച്ചമുണ്ട്. 50കാരായിട്ട് കുറെ ആൾക്കാരുണ്ട്. 18,250 കഴിഞ്ഞു, 7,200 മിച്ചമുണ്ട്. 55 എത്രയാ കഴിഞ്ഞത്? 20,077. ഒരു സംഖ്യയില്ല. 50,475 രാജാവായിട്ട് നടക്കുമ്പോൾ രാജാവായിട്ട് ഒരു സംശയ കാര്യത്തിൽ വേണ്ട, അത് രാജാവായിട്ട് അടിച്ചു പിടിക്കും. പിന്നെയോ RCMന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു, RCMിലൂടെ ജീവിക്കുന്നു. 120ാമത്തെ വയസ്സിലും കേരള സർക്കാരിന്റെ തീരുമാനത്തെ അട്ടിമറിച്ച് ഞാൻ എന്റെ ബർത്ത്ഡേ ഡേറ്റ് കണ്ടിയും. അപ്പൊ ഞാൻ അവർ വരും എന്റെ വീട്ടിലേക്ക്. വരുമ്പോ സുജിത്തോടെ പോയി രാവിലെ ജോഗിങ്ങിന് പോയതാണ്. ഇപ്പോൾ 1 മണിക്കൂർ കൂടി കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ചു വരും. ഒരു പീസ് ജെപി സാറിന്റെ വായിലേക്ക് അടുത്ത പീസ് രാജേന്ദ്രൻ സാറിന്റെ വായിക്ക് കൊടുത്ത് ഞാൻ നമുക്ക് അടിച്ചു പൊളിക്കാറില്ലേ. അടുത്ത ദിവസം നേരെ ന്യൂസിലാൻഡ്, അടുത്ത അമേരിക്ക, UK RCM ചെയ്യണം. 60 വയസ്സ് 21,900 കഴിഞ്ഞു, 3,650. 65 വയസ്സ് 23,775 കഴിഞ്ഞു, 1,770. 70 ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ബോണസ് ആണ്. സർക്കാരിന്റെ കണക്ക് കഴിഞ്ഞ് ബോണസ് ആണ്. ഇനിയോ ബോണസിൽ പിടിക്കാൻ ജീവിതം, ബോണസിൽ പിടിക്കാം. എന്തൊക്കെ വേണം? വീട് വേണം, വേണ്ടേ? എല്ലാവർക്കും സ്വന്തമായിട്ട് വീട് വേണ്ടേ? പാലക്കാടാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു മാന്യമായ രീതിയിൽ ഒരു ചെറിയ നല്ല വീട് ഉണ്ടാക്കണമെങ്കിൽ ഒരു 40 ലക്ഷം രൂപ വേണം, വേണ്ടേ? വേണ്ട. എന്തൊക്കെ കാരണം? ഈ ജീവിതം ഒന്നേ ഉള്ളൂ മനുഷ്യരായിട്ട്. ഒരു ദിവസം സ്വന്തമായിട്ട് ഒരു കാർ വാങ്ങിച്ച് സ്വന്തമായിട്ട് ഒരു ഡ്രൈവ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? 10 ലക്ഷം രൂപയും കൊടുക്കാണ്ട് ഒരു മീഡിയം ലെവൽ കാറിന് കിട്ടില്ല. കുട്ടികളുടെ പഠനം, 2 കുട്ടികളുണ്ടെങ്കിൽ ഏറ്റവും വലിയ ബാധ്യത അതാണ്. നല്ല രീതിയിൽ പഠിപ്പിച്ച് പുറത്തേക്ക് ഇറക്കണമെങ്കിൽ ജെപിസാറോട് ചോദിച്ചാൽ മതി. മകൻ എവിടെയാ? MBBS പഠിക്കുന്നു, തിരുവനന്തപുരത്ത്. പഠിച്ചിറങ്ങുമ്പോൾ എത്ര ചെലവായി ചോദിക്കാം. 2 കുട്ടികളെ LKG മുതൽ അവരുടെ ഹയർ സ്റ്റഡീസ് വരെ പഠിച്ച് പുറത്തിറക്കുമ്പോഴേക്ക് 30 ലക്ഷം രൂപ കാണാണ്ടാവും. അതല്ലെങ്കിൽ അവര് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റില്ല. ഇനിയോ പഠനം കഴിഞ്ഞാൽ നല്ല രക്ഷിതാക്കൾ എന്ത് വേണം? അവരെ നല്ല രീതിയിൽ 2 പെൺപിള്ളേരെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? എന്താ സ്വർണ്ണത്തിന് വില? ഷൈമേളം പിന്നെയാണ് പറയുന്നത്. എന്താ വില? ഷൈമേളം എന്തിനാ പഠിക്കുന്നത്? നിങ്ങൾ RCMന്റെ സ്റ്റാർബറല്ലേ? ഈ വർഷം തന്നെ നിങ്ങൾ എറണാകുളം സ്റ്റാർബറാണ്ടാവുന്നെങ്കിലും എന്തിനാണ് ഉപകരിക്കുന്നത്? അതിന്റെ ആവശ്യമേ ഇല്ല. പക്ഷേ RCM അല്ലാത്ത ആവശ്യം 2 കുട്ടികളെ കെട്ടിക്കാൻ എത്ര വേണം? 40 ലക്ഷം രൂപ വേണം. ഇനിയോ ഇതൊക്കെ കഴിഞ്ഞാലും ഈ 2 കുട്ടികളും നിങ്ങളെ ഓൾഡേജിൽ കൊണ്ടുവരും, വൃദ്ധസദനത്തിൽ കൊണ്ടുവരും. നിങ്ങളെ നോക്കാൻ അവരുണ്ടാവും, പ്രതീക്ഷിക്കേണ്ട. അപ്പൊ എന്ത് വേണം? നമ്മുടെ ആവശ്യങ്ങൾക്ക് അവരുടെ മുമ്പിൽ കൈനീട്ടാൻ പാടില്ല. അതിനെന്ത് വേണം? നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ജീവിക്കാനുള്ള വൃദ്ധകാലത്ത് നമ്മൾ വയസ്സാകുമ്പോൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമായുള്ള പണം നമ്മുടെ സ്വന്തം അക്കൗണ്ട് വേണം. ഒരു 20 ലക്ഷം രൂപയെങ്കിലും വാർദ്ധക്യകാലത്ത് ജീവിക്കാൻ ബാങ്കിൽ ഇട്ട് വെച്ചോണ്ട് മക്കളെ. എന്നാൽ
ഇതെല്ലാം കൂടി നിങ്ങൾ കൂട്ടുക. ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്ന ജീവിത ചെലവ് കഴിച്ച് 1,40,00,000 രൂപ മിച്ചം പിടിക്കാൻ പറ്റുമെങ്കിൽ രാജേന്ദ്ര സാറെ ഇന്നൊരു കാര്യം നടത്താൻ പറ്റുള്ളൂ. 1,40,00,000 രൂപ വല്ല സാധ്യതയുണ്ട? ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് ആശയം അല്ലാത്ത എന്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്തെങ്കിലും സാധ്യത? 1,40,00,000 ശരാശരി 25 വയസ്സ് ഞാൻ നേരത്തെ കാണിച്ച ചാർട്ട് പ്രകാരം അവൻ ജോലിയിൽ പ്രവേശിച്ചു. 35 വയസ്സ് വരെ അവൻ പണിയെടുത്തു. അവന്റെ ഡെയിലി ഓരോ മാസത്തെയും ചെലവ് കഴിച്ച് അവൻ മിച്ചം പിടിക്കണമെങ്കിൽ അവൻ ഒരു വർഷം 4,00,000 രൂപ മെച്ചപ്പിടിക്കണം. ഒരു കൊല്ലം അവന്റെ ജീവിതകാലത്ത് അവൻ 1,40,000 ഉണ്ടെങ്കിലേ അത് നടക്കണു. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ 4,00,000 രൂപ മെച്ചപ്പിടിക്കണം. ഒരു മാസത്തിൽ ചെലവ് കഴിച്ച് 34,000 രൂപ മെച്ചപ്പിടിക്കണം. ഇപ്പൊ ചെയ്യുന്ന ജോലി, പ്രൊഫഷൻ, ബിസിനസ് ഇത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങളെ സമയം ഇവിടെ കളയണ്ട. നിങ്ങൾക്ക് പോവാം. ഉണ്ണിയപ്പം ചായ കിട്ടി, ബായ് സാർ, ഞാൻ ഉണ്ടാക്കാനുള്ള വഴി എന്റെ കയ്യിലുണ്ട്. കാരണം പിന്നെ സമയം കളയാൻ ഞാൻ പറയില്ല. ഇതിന്റെ എൻജോയ്മെന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ആൻസർ നോ എന്നാണെങ്കിൽ ഞാൻ നിങ്ങൾ വിളിക്കുന്നു വരൂ എന്റെ കൂടെ. നിങ്ങൾ 70 വയസ്സ് 5 വർഷം കൊണ്ട് ഈ ചാർട്ടിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും RCMലൂടെ ഞാൻ ഉണ്ടാക്കി. മെമ്പർഷിപ്പ് കൊണ്ട് വീട്ടിൽ ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇന്ന് തൊട്ട് തുടങ്ങുന്നത്. റെഡിയാണോ? ആകരുത്. നന്നായിട്ട് കഴിച്ച് അവസാനം നമ്മൾ കാര്യത്തിലേക്ക് കടന്നിട്ടില്ല. RCM പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെ അതറിയണല്ലേ RCM പഠിക്കാൻ പോവാം. ഇനി നമ്മൾ RCMനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. RCM എന്നാണ് 2000 ഇന്ത്യയിൽ RCM ലോഞ്ച് ആവുന്നത്. എന്താണ് 2000? ബിൽവാര, രാജസ്ഥാനിലെ കൊച്ചു പട്ടണമാണ് ബിൽവാര. വ്യാവസായിക സിറ്റിയാണ്. അവിടെയാണ് നമ്മുടെ ആസ്ഥാനം. 24 വർഷം കഴിഞ്ഞു, 25ാമത്തെ വർഷത്തിലേക്ക് കടന്നു. ഇപ്പൊ നമ്മൾ സിൽവർ ജൂബിലി ഇയറിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയാണ്, മഹാനാണ്. മഹാത്മജി എന്താണോ സ്വപ്നം കണ്ടത് അത് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാൻ വന്ന മനുഷ്യനാണ്. മഹാത്മജി ഇന്ത്യക്കാർക്ക് ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, ഇന്ത്യയിൽ ഓരോ പൗരനും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടി സ്വപ്നം കണ്ടിരുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല. ആ അദ്ദേഹത്തിന്റെ ആഹ്വാനം ഉൾക്കൊണ്ട് 100% സ്വദേശിയായ ഒരു കൺസെപ്റ്റിലൂടെ ഉപയോഗിക്കുന്ന ഓരോ ഉപഭോക്താവിനെയും സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം വെച്ച് അദ്ദേഹം 24 വർഷം മുമ്പ് തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് കാശ്മീർ മുതൽ കേരളം വരെ പന്തലിച്ചു നിൽക്കാം. ഞാൻ RCMലേക്ക് വരുമ്പോൾ കേരളത്തിൽ RCM അറിയുന്നവരില്ല, RCMന്റെ പ്രൊഡക്റ്റ് ഇല്ല. കേരളത്തിൽ ആയിട്ട് RCMന്റെ ഷോപ്പ് ഓണർ ഞാനാണ്. രാജസ്ഥാനിൽ പോയി പ്രൊഡക്റ്റ് കേരളത്തിൽ കൊണ്ടുവന്ന് ഷോപ്പ് ഓണറാണ് ഞാൻ. എനിക്ക് നഷ്ടങ്ങളുടെ കണക്കില്ല. ഞാൻ ഷോപ്പിലൂടെ പണക്കാരനാവാൻ വന്ന ആളല്ല. എനിക്ക് ഇതിലൂടെ പണക്കാരാവുന്ന ഒരുപാട് ആളുകളെ സൃഷ്ടിക്കണം. അതിനാവശ്യമായിട്ട് ഉൽപ്പന്നം എന്റെ കയ്യിൽ വേണം. അതിനുശേഷമാണ് കേരളത്തിൽ ഡിപ്പോ വരുന്നത്. അതിന് ശേഷമാണ് കേരളത്തിൽ പിന്നെ ഔട്ട്ലെറ്റുകൾ വരുന്നത്. ഇന്ന് കേരളത്തിൽ 1500 ഔട്ട്ലെറ്റുകളുണ്ട്, 6 ഡിപ്പോകളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ടേണോവർ ചെയ്യുന്ന ഡിപ്പോ ഇന്ന് നമ്മുടെ കേരളത്തിലാണ്. നമ്മുടെ സ്വപ്നങ്ങൾ ഓരോന്നായിട്ട് കൂട്ടുകൊണ്ടിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ടേണോവർ ചെയ്യുന്ന ഡിപ്പോ നമ്മുടെ കേരളത്തിലാണ്, തൃശ്ശൂർ കൈപ്പങ്ങൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിപ്പോ നമ്മുടെ തൊട്ടപ്പുറത്തെ ജില്ല മലപ്പുറം ജില്ലയിൽ 4 ഘട്ടത്തിലായിട്ട് ഇന്ത്യയിലെ ടേണോവറിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്നു. എന്നാലോ വലിപ്പത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ ഓരോന്നായിട്ട് സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുക. ഇദ്ദേഹത്തിന്റെ പേരാണ് TC ചാവ്ല. മറക്കേണ്ടതുകൾ സ്വന്തം അച്ഛന്റെ പേര് പറഞ്ഞാലും RCM സജീവമായിട്ട് ചെയ്യുന്ന ആള് ജനിച്ചത് TC ചാവ്ലയുടെ പേര് മറക്കാൻ പാടില്ല. ഒരിക്കലും നിങ്ങൾ എന്റെ മകനെ ഏറ്റെടുക്കും. അന്ന് അവൻ 25 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളമായിട്ട് ജോലി അവൻ ആദ്യം ചെയ്യും. അവൻ എന്റെ അടുത്ത തലമുറയ്ക്ക് കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും പ്രതിമാസം 1 കോടി രൂപ വരുമാനമായിരിക്കുന്ന എന്നായാലും അവസാനം ഒരു ചോദ്യം ഉണ്ടാവും, ഇത് ആരാ തുടങ്ങിയത്? ഇത് ഞങ്ങളുടെ ഒരു പുതുമുത്തച്ഛൻ സുജിത് കുമാർ എന്ന് പറയുന്ന ഒരാളുണ്ട്, KTC ഗ്രൂപ്പിന്റെ തലതൊട്ടപ്പൻ PV സ്വാമി. PV സ്വാമിയുടെ അച്ഛന്റെ പേര് ആർക്കറിയാം? എത്ര തലമുറകൾ കഴിഞ്ഞാലും PV സ്വാമിയുടെ ആളെ പേര് മറക്കും. തിരുവായി അമ്പാന്റെ പേര് മറക്കില്ല. അങ്ങനെ ഒരു പേര് കുത്തിവെക്കാൻ പറ്റിയ ഒരു സംരംഭം കൂടിയാണ് അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, 50,000 കോടിയുടെ ആസ്തിയാണ് ഈ കമ്പനിക്ക് ഇന്ത്യയിൽ. ഈ കൊച്ചു കേരളത്തിൽ രാജസ്ഥാനിൽ കിടക്കുന്ന കമ്പനിക്ക് സ്വന്തം
സ്വന്തമായിട്ടുള്ള അസറ്റുകൾ നിങ്ങൾ അറിഞ്ഞോ? കോഴിക്കോട് കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള ഗോഡൌണുണ്ട്, ചെങ്ങന്നൂർ കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലവും ഗോഡൌണുണ്ട്. കോഴിക്കോട് ബൈപ്പാസിൽ, പുതിയ ബൈപ്പാസിന്റെ സൈഡിൽ പുതിയ സ്ഥലം വാങ്ങിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ പുതിയ ബിൽഡിംഗിന് കമ്പനി അപ്രൂവൽ കൊടുത്തിരിക്കുന്നു. രാജസ്ഥാനിലാണ് കമ്പനി. രാജസ്ഥാനാണെങ്കിൽ നിങ്ങൾ നോക്കി നടത്തണം. അതിന് 45% ഷെയർ ഹോൾഡർ ആളുകൾ. നിങ്ങൾ അറിയുന്ന വിവരം കോഴിക്കോട് വ്യക്തമായി തരാം. ആർസിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യം കിട്ടിയിരിക്കുന്ന ആരെങ്കിലും ഈ കൂടുതൽ ആളുകളുണ്ടാകും. ഒരുപടി ആളുകൾ കൈക്കൊണ്ടിരിക്കുന്നു. ആർസിയുടെ പുറത്തുകൊണ്ട് കിട്ടിയിരിക്കുന്ന ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള കാര്യം ജസ്റ്റ് ഒരു 1 മിനിറ്റ് മെസ്സേജിലൂടെ കൊടുക്കും. ജാസിയം പൊട്ടാസ്യം. എന്റെ പേര് കൃഷ്ണവേണി. ഞാൻ ശ്രീ അമ്മ ആർസിയം ഓണറാണ്. 3 വർഷമായിട്ട് ഗാമ റൈസിനോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് തൈറോയിഡ് പ്രോബ്ലം ഉണ്ടായിരുന്നു. എനിക്ക് തൈറോയിഡിനെ കുറിച്ച് കൂടുതലൊന്നും ആ സമയത്ത് അറിയില്ല. പോയിട്ട് വരുന്ന ലെവലിലായിരുന്നു. ബയോപ്സി അടക്കം ചെയ്ത് നോക്കി കോയമ്പത്തൂർ പോയിട്ട്. പക്ഷെ ക്യാൻസറിന്റെ സെല്ലുകളല്ലാണ്ട് അറിഞ്ഞു. അപ്പോൾ തൈറോയിഡ് ഉണ്ടായിട്ട് മരുന്ന് കഴിക്കണം പറഞ്ഞു. 1 മാസം മരുന്ന് കഴിച്ചു. മരുന്ന് വാങ്ങിച്ചു. ഞാനൊരു 9 ദിവസം 10 ദിവസമേ കഴിച്ചുള്ളൂ. രാവിലെ 9 മണിയാകുമ്പോൾ എനിക്ക് ഉറക്കം വന്ന് വണ്ടി പോലും ഓട്ടാൻ പറ്റില്ല. വീട്ടിലും നല്ല ക്ഷീണമാണ് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ. ഞാനപ്പോൾ ശ്രീനിധി, നമ്മുടെ രമ്യ ചേച്ചി എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണി ചേച്ചി ഈ ടാബ്ലറ്റ് മാത്രം ഒന്ന് കഴിച്ചു നോക്കുക പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്ന വ്യക്തിയാണ്. പോയിട്ടില്ല, ഒരു ആരോഗ്യ പ്രശ്നമില്ല, ഒരു വായു ഗുളിക പോലും കഴിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു ജീരക വെള്ളം, വായു ഗുളികയോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റും ഞാൻ കഴിക്കാറില്ല. പൂർണ്ണ ആരോഗ്യവതിയാണ് ഞാൻ. എനിക്ക് വയസ്സ് 45. കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും ഇതുപോലത്തെ ആയിരക്കണക്കിന് ആളുകളെ ആർസിഎം സൃഷ്ടിച്ചിരിക്കുന്നു. ആർസിഎമ്മിന്റെ ഹെൽത്ത് കെയർ 2000 അവസാന കാലഘട്ടത്തിൽ ഞാൻ വീട് വിടാത്ത ആർസിഎമ്മിന്റെ പുറത്തുമായിട്ട് നടക്കുമായിരുന്നു വിൽക്കാൻ വേണ്ടി. അന്ന് ഒരു ദിവസം കൊടുവള്ളി ഒരു ഹോം മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച് അവശനായി ഉച്ചയ്ക്ക് ഒരു വെയിലത്ത് ഞാനൊരു ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. ആ വർക്ക്ഷോപ്പിന്റെ സെക്യൂരിറ്റി റൂമിൽ നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കാൻ പറ്റാതെ ഏച്ചി എന്റെ അടുത്തേക്ക് വന്നു. നടക്കാൻ ആരോഗ്യത്തിന് സുഖമില്ലെങ്കിലും വായുടെ നാവിൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കണേ? അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, ഞാൻ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കണമെങ്കിൽ ഇയാളുടെ പ്രത്യക്ഷമാണോ എന്നുള്ള രീതിയിൽ ഞാനൊന്ന് നോക്കി. പക്ഷേ വീണ്ടും അയാൾ ആവർത്തിച്ചു, എന്താ ഇവിടെ നിൽക്കണേ, നിങ്ങൾ ആരാ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ ബസ് സ്റ്റോപ്പിൽ വരുന്ന എല്ലാവരോടും ചോദിക്കാറുണ്ടോ? അതല്ല, നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എന്തോ ഒരു പരിചയം, അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ഇവിടെ മീറ്റിംഗിന് വേണ്ടി വന്നതാണ്. എന്ത് മീറ്റിംഗാണ്? ആർസിഎം എന്ന് പറയുന്ന കമ്പനിയുടെ മീറ്റിംഗാണ്. എന്താ ആർസിഎം? അയാൾ വിടുന്നില്ല. ഞാൻ ഒന്ന് വെച്ചാൽ 2 അയാൾ അടിക്കും. അപ്പൊ എനിക്ക് തോന്നി ഈ ക്ഷീണിച്ച ആവശ്യമായിരിക്കുന്നത് എന്നെ കൊണ്ട് അയാൾ മുഴുവൻ പറയിക്കും. എന്തായാലും ചോദിച്ചതല്ലേ, വിടണ്ട. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാ. എന്ത് കിട്ടും? എനിക്കറിയുന്നതല്ലേ. എന്നോട് പറഞ്ഞു 2000 രൂപ കിട്ടും. വീട് എവിടെയാ? കുന്നമംഗലത്താ. ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? 6 കിലോമീറ്റർ ബസ്സിൽ പോകണം. അവിടുന്ന് 4 കിലോമീറ്റർ നടന്നു പോകണം. അപ്പൊ ഈ ബസ്സിൽ കൂടി കഴിച്ചാൽ 2000 രൂപ മിച്ചം ഉണ്ടാവോ? മിച്ചം ഉണ്ടായിട്ടല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ വെറുതെ കാര്യമില്ലല്ലോ. 20,000 രൂപ മാസം വരുമാനം ഉണ്ടാക്കുന്ന സിറ്റിയിലോടുന്ന ഒരു ബസ്സിലെ കണ്ടക്ടറായിരുന്നു. ആമവാദം പിടിച്ചു പോയി. ഇപ്പൊ കൂട്ടാൻ നൂറില്ല, നൂർന്നാൽ കുമ്പിടില്ല, മടങ്ങാൻ പറ്റില്ല, കൈ നോക്കിയാൽ വളച്ചാൽ നൂറില്ല, നൂർന്നാൽ വളയില്ല. ഈ അവസ്ഥയാണ് എന്റേത്. ഒരു രക്ഷയില്ല. ഡോക്ടർ ബിനോയ് പോൾ മെഡിക്കൽ കോളേജിലെ പ്രഗത്ഭനായ പ്രൊഫസറിന്റെ ട്രീറ്റ്മെന്റ് 3 വർഷമായിട്ട് രക്ഷയൊന്നുമില്ല. ഗുളിക അടിക്കുമ്പോൾ താൽക്കാലിക ആശ്വാസം കിട്ടും, വേറെ വഴിയൊന്നുമില്ല. ഞാൻ മാറ്റി തരണം. ആര്? ഞാൻ. അപ്പൊ എന്നോട് ചോദിച്ചു, ആടവൈദ്യനാണല്ലേ? മുമ്പൊരു മനസ്സിലാക്കാനാണ് ഞാൻ എഴുതി കൊടുത്തത്. അന്ന് ആദ്യമായിട്ട് അവിടെ എത്തി അദ്ദേഹം. അദ്ദേഹം വന്നു 15 രൂപയുടെ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നെ മൊത്തം ഞാൻ നോക്കി. പിന്നെ അദ്ദേഹം 15 രൂപയുടെ ടിക്കറ്റ് എടുത്തു. നേരെ അകത്ത് കയറിയിരുന്നു. ആർസിഎം സ്റ്റാർട്ടായി. ആർസിഎമ്മിന്റെ പ്രോഗ്രാം 3 മണിക്കൂർ അവസാനിച്ചു. അദ്ദേഹത്തിന്റെ ആമവാദം മാറാനുള്ള ഒരു ടെക്നിക്കും അവിടെ പറഞ്ഞില്ല. അദ്ദേഹം പുറത്തിറങ്ങി. പ്ലേറ്റിൽ കൂടെ ബിസ്ക്കറ്റ് ഉണ്ട്, അത് വാരി എന്നെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ലേക്കാ ഇതിന്റെ ബിസ്ക്കറ്റ് കഴിക്കണേ 15 രൂപയാണ് ഞാൻ തന്നത്. എന്റെ ആമവാദം മാറാനുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു, പോവാൻ നിൽക്കട്ടെ. അന്ന് ആ പ്രോഗ്രാം അവിടെ ട്രെയിനിങ് തരാൻ വന്നിരുന്നത് ഗോപാൽ സാർ ബാംഗ്ലൂരിലായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ നേരെ വിളിച്ചു. ഗോപാൽ സാറിനെ കാണിച്ചു.
ഇദ്ദേഹത്തിന് ആമവാദമുണ്ട്. ഗോപാൽ സാറെ നമുക്ക് അത് മാറ്റി കൊടുക്കണം. ഗോപാൽ സാർ സൈഡിലേക്ക് മാറ്റി നിർത്തി ആശയത്തിന് ഹെൽത്ത് കാർഡിന്റെ പാക്കറ്റ് എടുത്തു. അദ്ദേഹത്തോട് പറഞ്ഞു 6 മാസക്കാലം മുറ തെറ്റാതെ എല്ലാ ദിവസവും രാവിലെ ഒരു 20 മില്ലി വെച്ച് കഴിക്കുക. വീട്ടിൽ ഇനി കുക്കിങ്ങിന് മറ്റൊരു ഓയിൽ ഉപയോഗിക്കരുത്, ഈ ഓയിൽ ഉപയോഗിക്കാം. 6 മാസം കൊണ്ട് നിങ്ങളുടെ ആമവാദം കുറയുകയോ മാറുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ അത്രയും കാലം വാങ്ങിച്ച ഓയിലിന്റെ പൈസ തിരിച്ചു തരും. ചില ആളുകൾ അങ്ങനെയാണ്. പറഞ്ഞു തെറ്റാ പറയും, എന്ത് എന്റെ പട്ടിയുടെ പേര് ഇവന്റെ ഇഷ്ടം എന്ന് പറയും പോലെ 6 മാസക്കാലം കൊണ്ട് മാറിയില്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂരാണ്, പണം സുജിത്ത് എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ പ്രസംഗ പാഠവും കേട്ടിട്ടായിരിക്കും 5 ലിറ്റർ ഓയിൽ വാങ്ങിച്ചാൽ അത് വീട്ടിലേക്ക് പോയി. 3 മാസം കൊണ്ട് ഇദ്ദേഹത്തിന് അത്ഭുതമാണ് സംഭവിച്ചത്. വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായി. അദ്ദേഹം ഷോപ്പിലേക്ക് വന്നു. ഞാൻ എന്റെ നാട്ടിൽ ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ തീരുമാനിച്ചു. ആസിയയിലെ ഹെൽത്ത് കാർഡിൽ 3 ആന്റി ഓക്സിഡന്റ് ഉണ്ട്. രാജേന്ദ്ര സാറിനോട് ചോദിച്ചാൽ അത് മൊത്തം പറയാം, രാജ സാറിനോട് ചോദിക്കുന്നില്ല. രാജ സാറെ 3 ആന്റി ഓക്സിഡന്റ് പേരെന്താ? ഓയിലുള്ള 3 ആന്റി ഓക്സിഡന്റ് ഒറൈസോൾ, ടോക്കോഫോൺസ്, ടോക്കോട്രിനോൾസ്. ഇതൊന്നും നാരായണന് കേൾക്കണ്ട. നമ്മുടെ ഗ്രേറ്റ് സ്റ്റാർ അവാർഡ് നാരായണനെ എന്ന് കണ്ടിട്ടുണ്ട്. അദ്ദേഹം നാട്ടിൽ നിന്ന് ആന്റി ഓക്സിഡന്റ് ഒന്നും പറയില്ല. നിങ്ങൾ എന്നെ കണ്ട ആമവാദം പിടിച്ച് കുമ്പിട്ട് നടക്കുന്ന ഞാൻ നിങ്ങളുടെ മുമ്പിലൂടെ പയറുമണി മാറ്റിയപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ ആ ഓയിൽ ഇല്ല. നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ജീവിതത്തിലെ സമ്പൂർണ്ണ അസുഖവും മാറ്റാൻ ഇത് മതി. ഇത് 10 മുമ്പ് അങ്ങനെ കച്ചവടം തുടങ്ങി. 1 ബോക്സിൽ നിന്ന് 2 ബോക്സായി, 5 ബോക്സായി, 10 ബോക്സായി നല്ല കച്ചവടക്കാരനായി. റെഗുലർ ആയിട്ട് സാധനം കൊണ്ടുപോകാൻ വരുമാനം കെട്ടിക്കൊടുക്കും, മുമ്പിൽ കൊണ്ടുപോകും, നന്നായി കച്ചവടം ചെയ്യും, ബാക്കിയുള്ള പ്രൊഡക്റ്റ് കൊണ്ടുപോകും, നല്ല സെയിൽസ്മാൻ ആയി. അവിടെ എന്ത് കിട്ടിയതാണ്? ഹെൽത്ത് കിട്ടി. ആ രണ്ടാമത്തെ വിഷയം എന്താണ്? സെൽഫ് റിലയൻസ്. ഒരു ദിവസം ഞാൻ മുന്നോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഒരുപാട് വീടുകളിൽ സാധനം കൊടുക്കുന്നുണ്ടല്ലോ, സ്ഥിരമായിട്ട് സാധനം കൊടുക്കുന്ന ആളുകൾ കൂട്ടിക്കൊണ്ടു മെമ്പർഷിപ്പ് കൊടുത്താൽ ആർക്കും ഒരു പാസ് കിട്ടുന്നത്. അതെനിക്ക് വേണ്ട, അതെനിക്ക് വേണ്ട. ഞാൻ നേരിട്ട് സാധനം കൊടുക്കുന്ന 20% കിട്ടും. അവൻ മെമ്പർഷിപ്പ് എടുത്താൽ എനിക്ക് 2.5% കിട്ടും. അതൊക്കെ നാരായണൻ അറിയാം. നെറ്റ്വർക്ക് ഒന്നും ഇങ്ങനെ നാരായണ പഠിപ്പിക്കണ്ട. ഞാൻ ശരി ആയിക്കോട്ടെ, കാര്യം നടക്കട്ടെ. നാരായണ ഒരു ദിവസം ചാക്കിൽ സാധനം കെട്ടി അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ ഓട്ടോറിക്ഷ അടിച്ചിട്ട് നാരായണ കിടക്കുന്നത് താഴെ മുട്ടൊക്കെ പൊട്ടിച്ചിട്ട് നാരായണ അതാ വരുന്നു. സുനിസാറേ, അപ്പൊ ഞാൻ എന്താണ് പേക്കറ്റ് തീരുന്നല്ലോ, ഓട്ടോറിക്ഷ കുത്തി. 1 മാസം നാരായണ കാണാനില്ല. 1 മാസം കഴിഞ്ഞ് വീണ്ടും ചാക്കുമായിട്ട് നാരായണ നല്ല വേണ്ട. 1 മാസമായിട്ട് കച്ചവടത്തിലുണ്ടായിരുന്നു. ഒന്നും പറയണ്ട, നടക്കാൻ പറ്റുന്നില്ല. ഒന്ന് ശരിയായിട്ട് ഞാൻ വീണ്ടും ചാക്കുമായിട്ട് വന്നിരിക്കണം. ഞാൻ പറഞ്ഞു, 1 മാസമായിട്ട് വരുമാനം ഉണ്ടായില്ലല്ലോ, വീട്ടിൽ ആക്സിഡന്റ് ആയിട്ട് ഇനിയും ആക്സിഡന്റ്, നാളെ ആക്സിഡന്റ് പറ്റാം. അത് നമ്മുടെ കൺട്രോളുള്ള കാര്യമല്ല, ആണോ? അല്ലെ? ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്, വരുമാനം ഇതിനേക്കാൾ കൂടുതൽ ആവശ്യമാണ്. അപ്പോഴും നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഒരു പ്രൊജക്ട് പറയാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇന്ന് തുടങ്ങി. അന്ന് മൂപ്പർ എന്റെ മുമ്പിലിട്ടു. അന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മൂപ്പരെ വീട്ടിൽ പഠിപ്പിച്ചു. അടുത്ത ആഴ്ച മൂപ്പർ 3 പേരെ പഠിച്ചു. അന്ന് തൊട്ട് മൂപ്പർ പ്രോസ്പെക്ടിങ് ആരംഭിച്ചു, ആളുകൾക്ക് കൊടുക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് കോഴിക്കോട് വണ്ടർവേളിലെ കാലോത്സവം മുരാൻ കഴിഞ്ഞ് നാരായണ റോഡ് ക്രോസ് ചെയ്യുന്നു. ഒരു ബൈക്ക് പറന്നു നാരായണ ഇടിച്ചിട്ടിരിക്കുന്നു. നാരായണ ഷോൾഡർ കൊണ്ട് നിലത്ത് വീഴുന്നു. 3 മാസം വീട്ടിൽ അഡ്മിറ്റ് ആവുന്നു, പുറത്തിറങ്ങിയില്ല. പക്ഷെ 2.25 ലക്ഷം രൂപ മാസം അക്കൗണ്ടിലേക്ക് മൊത്തം ടീമിന്റെയും സീനിയർ മോസ്റ്റ് ലീഡറാണ്. അല്ലെ? അതാണ് സെൽഫ് റിലയൻസ്. ആർസിഎമ്മിൽ കിട്ടുന്ന സെൽഫ് റിലയൻസ്. ഇന്ന് നാരായണൻ, അന്ന് നാരായണൻ 4 കിലോമീറ്റർ വണ്ടിച്ചാർജ് കൊടുക്ക് നടന്നു പോവാൻ, വണ്ടിച്ചാർജ് കൊടുക്കാൻ പണമില്ലാതെ നടന്നു പോകുന്ന നാരായണൻ ഇന്ന് സ്വന്തമായിട്ട് കാർ, ഏത് നാട്ടിലേക്ക് പോകാൻ ഫ്ലൈറ്റ്. ഇന്ന് രാജകീയമായിട്ട് ജീവിതം. ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന ആള്, ആ ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന ആള് സാധാരണക്കാരനായ നാരായണൻ. പറയും, ഞാന് ഭക്ഷണം ഒരു നേരത്തെ ചോറ് തിന്നാൻ വകയില്ലാതെ മനയുടെ ഉള്ളിലുള്ള ചോറ് ഇടിച്ച് പിഴിഞ്ഞിട്ട് അത് വിലകി തിന്നിട്ട് എത്രയോ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഉത്സവങ്ങൾ നടക്കുമ്പോൾ അവിടെ ചെന്നിട്ട് ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഇന്ന് എന്റെ വീട്ടില് എല്ലാ ദിവസവും ഉത്സവം നടത്തി ഭക്ഷണം കൊടുക്കാൻ ആവുന്ന ആശയം എനിക്ക് വീട്ടാക്കുന്നത്. മൂന്നാമതാണ് മൂവാണ്ടം. കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ജെയിംസന്റെ സ്കൂട്ടറാണ്. ടൗണിലെ പാർക്കിംഗ് കാരണം, സ്കൂട്ടറിന്റെ തിരക്ക് കാരണം ഞാൻ സ്കൂട്ടർ എടുത്തിട്ട് ഷോപ്പിലേക്ക് വരാം. കാരണം അവിടെ ബ്ലോക്ക് കണ്ടാൽ ഇപ്പുറത്തെ ഇടവഴി എനിക്ക് കൃത്യമായിട്ട് അറിയാം. വണ്ടി നേരെ തിരിച്ചയക്കൊണ്ട് കൂടി കയറി ഞാൻ അപ്പോൾ ചാടി എന്റെ കാര്യം നടക്കാറുണ്ട്. മറ്റേതോ മണിക്കൂറുകൾ ബ്ലോക്ക് കാണുന്ന ജീവിതം. അങ്ങനെ ഞാൻ എന്നെ പോകുമ്പോൾ ഒരു ദിവസം എന്റെ ബാക്കിൽ വന്നിട്ട് ഓണടിച്ചുകൊണ്ടിരിക്കുന്നു.
സ്വാഭാവികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടാക്കാൻ സൈഡായി പോകും. അപ്പൊ അതവിടെ പോകും അല്ലെ? അതല്ലേ സാറേ? നമ്മൾ സൈഡാക്കുമ്പോൾ ബാക്കിൽ വന്നിട്ട് പി പി പോ എന്ന് പറയുമ്പോൾ അത് നിർത്തി രണ്ട് തെറി പറയാൻ വെച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ശൈവട പുതിയ നെക്സോൺ കാർ വാങ്ങിച്ച് ഓടിച്ച് എന്റെ ബാക്കിൽ വന്നിട്ട് 2005 എന്റെ ഷോപ്പിൽ വന്നിട്ട് എല്ലാ മാസവും സീരിയൽ കണ്ടിരിക്കാൻ പണി. ഡൗൺലോഡ് ആക്കുക, തലേ ദിവസം വീട്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന സീരിയൽ കാണാൻ, വൈകുന്നേരം ആകുമ്പോൾ 50 രൂപ കൗണ്ടർ നൽകുക, ടാബിന്റെ മനസ്സിൽ ചെയ്ത് വെക്കുക, സ്ഥലം വിടുക, മാസം ശമ്പളം കൊടുക്കേണ്ട, ഇത് മൊത്തം കൂട്ടി അങ്ങോട്ട് വരാനായിരിക്കും. ഇപ്പൊ ഷെയർവേഡ് പറയുന്നത് സാറേ ഇങ്ങോട്ട് തിരക്കട്ടെ, എനിക്ക് 8 മാസം തന്നാൽ എനിക്ക് തിരക്കണ്ടെങ്കിൽ അടുത്ത മാസം തന്നാൽ ശമ്പളത്തിൽ നിന്ന് എനിക്ക് ആവശ്യമില്ല. മാസം 75,000 ആശയം കമ്പനി എല്ലാ മാസവും കമ്പനി എങ്ങനെ സംഭവിച്ചു? ഒരുപാട് കാലം വിജയമാരി സീരിയൽ കണ്ടപ്പോൾ ദിവസം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ മാസം 34 നിങ്ങളെ ഈ ഷോപ്പിലെ പരിപാടി അവസാനിച്ചു. ഇവിടെ കൊണ്ട് നിങ്ങൾ ജീവിതം രക്ഷപ്പെടുത്താൻ ഒരു വഴിയില്ല. എത്രയോ ആളുകൾക്ക് മുന്നിൽ അച്ചാരം കുച്ചാൻ നടക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കേറിയോട്ടി രണ്ടാം ജോലിയുണ്ട്. വായ തുറന്ന് 2 വാക്ക് പറഞ്ഞാൽ ജീവിതം രക്ഷപ്പെടും. അതല്ലെങ്കിൽ മറ്റു ഒരു നോക്കിക്കോളൂ. ഇവിടെ കൊണ്ട് എനിക്ക് ശമ്പളം തന്നു നിങ്ങളെ ജീവിതം രക്ഷപ്പെടുത്താൻ ഒരു വഴിയില്ല. ഇവിടുന്ന് കിട്ടുന്നതിന് പങ്കെ നിങ്ങൾക്ക് തരാൻ പറ്റും. ആശ്രമത്തിന്റെ തുകച്ചടം നടത്തി അതിന് നല്ല കൊടുക്കാൻ പറ്റും, എന്റെ പൊക്കത്തിന് കൊടുക്കാൻ പറ്റും. എന്തായാലും ആ മാസത്തിൽ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ടീമായി ജെപി സാർ ഒരു അസറ്റായി മാറി. ഇത് എല്ലാവർക്കും ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത് ഒക്കെ ആവാം. ആസിഫിന്റെ വലിയൊരു ലക്ഷ്യം ഒരു നവഭാരത നിർമ്മാണം. ഇന്ന് പല്ലിയേച്ച് ഇവിടെ വന്നിരിക്കുന്ന എത്ര പേരുണ്ട്? കുളിച്ചിരിക്കുന്ന ആളുകൾ ആസിഫിന്റെ മെമ്പറല്ലാത്ത ആളുകളെ കുറിച്ച് സത്യമായി പറയണം. ആസിഫിന്റെ സോപ്പോട്ട് കുടിക്കാൻ ആളുകളെ കൈവരിച്ചു. മെമ്പറാവാത്ത ആളുകൾക്ക് ആസിഫിന്റെ സോപ്പ് കിട്ടില്ല. എനിക്ക് കൈവന്നിച്ചോളൂ. ഞാൻ ആസിഫിന്റെ മെമ്പറാവുന്ന ആസിഫിന്റെ സോപ്പോട്ട് ആയിട്ടില്ല കുടിച്ചത്. പിന്നെ എന്താ പറയുന്നത്? ആസിഫിന്റെ പേസ്റ്റ് അല്ലാതെ വിജയിച്ചിരിക്കുന്ന ആളുകൾ കൈവന്നിച്ച് ഇനി ആസിഫിന്റെ പേസ്റ്റിലേക്കും സോപ്പിലേക്കൊക്കെ മാറുക. എന്തായാലും നമുക്ക് ആർക്കും മഹാത്മാഗാന്ധി ആവാനൊന്നും പറ്റില്ല. ആസിഫിന്റെ സോപ്പ് കൊണ്ട് കുളിച്ചിരിക്കുന്ന ആളുകൾക്ക് അഭിമാനിക്കാം. ഞാൻ ഇന്ന് രാവിലെ ഇന്ത്യക്ക് വേണ്ടി കുളിച്ചിട്ടാവുന്നത്. കാരണം ഈ പണം ഒരു നയാ പൈസയും ഇന്ത്യക്ക് പുറത്തേക്ക് പോണില്ല. ലക്സ് സോപ്പോട്ട് കുളിച്ച ആളുകൾ ചിന്തിച്ചോളൂ. ലക്സ് ഉണ്ടാക്കുന്നത് ഹിന്ദുസ്ഥാൻ ലിവറാണ്. ഹിന്ദുസ്ഥാൻ ലിവറിന്റെ മദർ കമ്പനി യൂണിലിവറാണ്. ഇന്ത്യയിലേക്ക് എന്തിനു വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നോ അവർ ഇന്നും അവരുടെ ലക്ഷ്യം നടത്തിക്കൊണ്ടിരിക്കുക. 1,47,000 കോടിയുടെ വിറ്റുമതി ഹിന്ദുസ്ഥാൻ ലിവർ ഇന്ത്യയിൽ നടത്തിയപ്പോൾ അതിന്റെ ലാഭം ബ്രിട്ടനിലേക്ക് യൂണിലിവർ കൊണ്ടുപോയി. 125 പ്രൊഡക്റ്റിലൂടെ 1.5 ലക്ഷം കോടിയുടെ ടേൺഓവർ. ITC സൺഫിസ്റ്റ് ബിസ്ക്കറ്റ്, ആശീർവാദ് ആട്ട, ആശീർവാദ് ഉപ്പ്, ഫിയാമ സോപ്പ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആദ്യം ITC വരുന്നുണ്ട്. ലാഭം വരുമ്പോൾ ITCയുടെ മദർ കമ്പനി അമേരിക്കൻ ടുബാക്കോ കമ്പനി അവിടെ കൊണ്ടുപോകും. ആസിയന്റെ കമ്പനി നിങ്ങളുടെ കമ്പനി. ആദ്യം വാങ്ങുന്ന ഉപഭോക്താവിന്റെ ലാഭം, പിന്നെ ചുറ്റുപാടുള്ള നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ വിഹിതം, ഷോപ്പുകാരുടെ വിഹിതം പരിപൂർണമായിട്ടും ഇന്ത്യൻ നിക്ഷിപ്തം എവിടേക്കും പോകുന്നില്ല. ഒരു പുതിയ ഭാരത നവോത്ഥാനം ആസ്യം ആഗ്രഹിക്കുന്നു. 4 കോടി ഉപഭോക്താക്കൾ, രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സ്, 20 ലക്ഷം ആളുകൾ ഇതുകൊണ്ട് ഉപജീവനം നടത്തും. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരം കൊടുക്കുന്നത് ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു. 6.5 ലക്ഷം ആളുകൾക്ക് അന്നത്തെ തൊഴിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ചിലപ്പോൾ 10 ലക്ഷമായി കാണും. പക്ഷെ അതിന്റെ ഇരട്ടിയാണ് ആശയം തൊഴിൽ കൊടുക്കുന്ന ആളുകൾ. ഉൽപ്പന്നങ്ങളുടെ നിര ആശയം തുടങ്ങുമ്പോൾ ആ കാണുന്ന ഒരു കുടി മാത്രം. ഞാൻ വരുമ്പോൾ 30 പ്രൊഡക്റ്റ്. ഇന്ന് ഉൽപ്പന്നങ്ങളുടെ നില 3500-ലേറെ പ്രൊഡക്റ്റുകൾ ആശയം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നത്. എത്രയാ? 3500-ലേറെ പ്രൊഡക്റ്റുകൾ. ന്യൂട്രിചാർജ് എന്ന് പറയുന്ന ഒറ്റ സെഗ്മെന്റ് 2009 നമ്മുടെ ചാനൽ പാർട്ണറായി വന്നതാണ്. 2009 പണിഷ്മെന്റ് ഉണ്ടാവുകയെ റെഡി. JP സാറിന് വരെ ധൈര്യമില്ല കൈകൊണ്ടിട്ട്. എന്തായാലും